കൊന്നിച്ചോ മിനസാൻ സാൻ മേസർ ഓഫ് ദി സോക്രട്ട് ഡെസേർട്ടിന്റെ ഒരു കമ്പൈൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഈ ഒരു സീരീസ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചാണ് നിലവിൽ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിക്കൊണ്ടുവന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനിത് കംപ്ലീറ്റ്ലി എൻ്റെ സൈഡ് സ്റ്റോറി ആയിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിങ്ങനെ ചെറുതായിട്ടാണ് പോകുന്നത്, അപ്പോൾ 1 to 10 എപ്പിസോഡ്സ് കമ്പൈൻ ചെയ്ത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഇറക്കി തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും ചാപ്റ്റർ മിസ്സായെന്നുണ്ടെങ്കിലും ഇനി ഒന്നുകൂടെ കാണുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 10 ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ സിമ്പിളായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു നെറുകെട്ട ലോകത്ത് ഞാനൊരു നെറുകെട്ട ജീവിതം മാത്രമാണ് ജീവിച്ചത്. ഞാൻ വീക്കായിരുന്നു. എനിക്ക് വെൽത്ത് ഇല്ല, സ്റ്റാറ്റസ് ഇല്ല. ഈ നെറുകെട്ട ലോകത്ത് എൻ്റെ എല്ലാം തന്നെ അതെടുത്തോണ്ട് പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ മരിക്കുകയാണ്, വീക്കായിട്ട്. ശരിക്കും വീക്കായിട്ട്. ഇതേ സമയം നമ്മുടെ നായകനായിട്ട് ഒരു സാൻഡ് മോൺസ്റ്റർ ലിറ്ററലി വിഴുങ്ങുകയായിരുന്നു. ഏകദേശം 100 വർഷത്തിന് മുമ്പ് ഒരു ടെറിഫൈങ് ഉള്ള ബ്രൈറ്റ് ബീം നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചു. ആ പതിച്ച ബീം സത്യം പറഞ്ഞ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെ വലിച്ചെടുത്തു എന്ന് തന്നെ പറയണം. നിസാര സമയം കൊണ്ട് തന്നെ നമ്മുടെ ബ്ലൂ പ്ലാനറ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഒരു മാസീവ് ഉള്ള ഡെസേർട്ട് ആയിട്ട് മാറി. എവിടെ നോക്കിയാലും മരുഭൂമികൾ മാത്രം. കുറച്ച് മനുഷ്യർ മാത്രമാണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത്. ആൻഡ് ആ മനുഷ്യർ അവരുടേതായ ഒരു രാജ്യം കെട്ടിപ്പടുത്താനും തുടങ്ങി. നശിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും നശിപ്പിച്ച പോരായിരുന്നോ? എന്തിനാണ് ഈ കീടങ്ങളെ മാത്രം ബാക്കി വെച്ചത്? ആ പറഞ്ഞതായിരുന്നു നമ്മുടെ നായകൻ. പെട്ടെന്നാണ് ഒരു കൈ വന്ന് അവന്റെ മുഖത്ത് നേരെ ഇടിച്ചത്. അയ്യോ, എന്നോട് ക്ഷമിക്ക്, എന്റെ കൈ ചെറുതായിട്ട് തെന്നിയതാണ്. സോറി സോറി. അല്ല, നിന്റെ പേരെന്തായിരുന്നു? എനിക്ക് ക്ഷമ പറയാനാണ് കേട്ടോ. സിയോൺ. എന്റെ പേര് സിയോൺ. ഹോ, നിനക്ക് ഒറ്റ പേരേ ഉള്ളല്ലേ? അല്ല, പക്ഷെ നിനക്ക് പല തന്തമാര് കാണണമല്ലോ. എന്നിട്ടും എന്താടാ നീ ഒറ്റ പേര് പറയുന്നതെന്ന് പറഞ്ഞ് അവന്മാര് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇതൊന്നും സിയോനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നത്? ഇപ്പോ ഞാനുള്ളത് ഒരു മൈനിങ് ബസ്സിലാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഒരേ ഒരു കാര്യമാണ് കോമൺ ആയിട്ടുള്ളത്. ഹേ, നീ പേടിക്കൊന്നും വേണ്ട. നമ്മളെല്ലാരും ഒരൊറ്റ ബോട്ടിലല്ലേടാ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറിയ പോരെ. ഈ ഒരു ബസ്സിലുള്ള ഒരാൾ പോലും ആക്ച്വലി ഒരു മൈനർ അല്ല. അല്ല, നീ എന്താണ് ഇവിടേക്ക് വന്നത്? നീ എന്ത് ചെയ്ത്? ഈ ബസ്സിലുള്ള ഓരോരുത്തരും ക്രിമിനൽസും ഫിജിറ്റീവ്സും എല്ലാവരുമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലെന്ന് പറഞ്ഞാൽ അല്ല. നീ ആരെങ്കിലും അസാൾട്ട് ചെയ്തോ? അതോ ഫ്രോഡ് ചെയ്തോ? അതോ നീ ആരെങ്കിലും മോഷ്ടിച്ചോ? പറയടാ, നീ എന്ത് ചെയ്ത്? അടുത്ത സെക്കൻഡിലാണ് സിയോന് ദേഷ്യം വന്നിട്ട് അവന്റെ മുഖത്തേക്ക് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അവനട്ടെ തെറിച്ച് പോവുകയും ചെയ്യും. എടാ വിഡ്ഢി, നിനക്കൊക്കെ തെറ്റിയടാ നാറുകളെ. നിനക്കൊക്കെ അറിയണം ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്. അത് അത് കൊലപാതകം കാരണമാണെന്ന് പറഞ്ഞ് നമ്മുടെ സിയോൺ ഒരറ്റക്ക് അങ്ങോട്ട് ചെയ്യാൻ പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരാളെ കൊന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു സിറ്റിയിൽ, നിയോൺ സിയോൾ, ഇവിടെ സ്ട്രോങ് ഒരാളവർ മാത്രമാണ് മനുഷ്യനെന്ന് കൺസിഡർ ചെയ്യുന്നത് തന്നെ. എന്നാൽ അല്ലാത്തവർ ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു കുപ്പത്തൊട്ടിക്ക് സമമാണ്. അതിൽ ഒരു കീടം എൻ്റെ കയ്യിലുള്ള സാധനം മോഷ്ടിക്കാനായിട്ട് വന്ന് അവൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അവനൊരു പെറ്റ് റാറ്റാണെന്ന്. എൻ്റെ ജ്യേഷ്ഠൻ ആരാന്നറിയാവോ? ലീ ലീ ജിറിയോങ്. നീ കേട്ടോ, നീ ചത്ര, നിന്നെ ഉറപ്പായിട്ടും ലീ ലീ ജിറിയോങ്. സത്യം പറഞ്ഞാൽ ഇവിടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഈ സ്ട്രോങ്ങർ ആണെന്ന് പറയുന്നത് ദൈവങ്ങളെന്നാണ്. ചുരുക്കം പറഞ്ഞാൽ അവേക്കൺ ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. അവരിപ്പോ ഭൂമിയുടെ ദൈവങ്ങൾ തന്നെയാണ്. ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഒരു ദൈവത്തിന്റെ രാജ്ഞിയാണ് ഞാനിപ്പോ. റൂമേഴ്സ് പെട്ടെന്നാണ് സ്പ്രെഡ് ആയത്. അതുകൊണ്ട് തന്നെ ലീ ജിറിയങ് എന്ന് പറഞ്ഞ അവൻ എന്നെ നോക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. എനിക്ക് അവിടുന്ന് രക്ഷപ്പെടണമായിരുന്നു. അതുകൊണ്ടാണ് ആരും അറിയാതെ ഞാൻ ഈ മൈനിങ് ബസ്സിലേക്ക് വന്ന് കയറി ഇവിടെ ജീവിച്ചത്. പക്ഷേ പെട്ടെന്നാണ് നമ്മുടെ സിയോൺ ഞെട്ടിത്തെറിച്ചു പോയത്. എന്തേ, നീ എല്ലാം ചെയ്തു കഴിഞ്ഞോ? അല്ല, ഇതെന്താണ്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇനി എങ്ങനെ ഇവൻ? പെട്ടെന്നായിരുന്നു അവന്റെ കൈ അവന്റെ മുഖത്ത് വന്ന് പതിച്ചിട്ട് സിയോനെ എടുത്ത് ബാക്കിലേക്ക് എറിഞ്ഞ് അവൻ ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് നേരെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. നീ എങ്കിൽ അതെന്റെ അടുക്ക നേരത്തെ പറയണ്ടായിരുന്നടാ നായെ. സത്യം പറഞ്ഞാൽ നിന്നെ ഒരു കൊച്ചനുജനായിട്ട് കരുതാനാണ് ഞാൻ ഇരുന്നത്. പക്ഷേ നീ അതിര് കടന്നിരിക്കുന്നു. ഇനി എന്തായാലും അത് പറ്റത്തില്ല. നാശം, നാശം. ഞാൻ ഞാൻ എന്താണ് ചെയ്തത്? നാശം, നാശം. അവിടുന്ന് ഒരു അവയ്ക്കെന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഞാൻ ഇവിടേക്ക് വന്ന് ഇവിടെ ഞാൻ വന്ന് കയറിയത് അതും ഒരു അവയ്ക്കടന്റെ കയ്യിലേക്കായിരുന്നോ? അല്ലേ, ഇനി എന്തായാലും മേടിച്ച് കൂട്ടുകയല്ലേ.
പെട്ടെന്നായിരുന്നു അവർ സഞ്ചരിച്ച ആ ഒരു ബസ്സിൽ ഒരു കുലുക്കമുണ്ടായത്. അവിടെയാട്ടെ ഒരു മാസീവുള്ള അറ്റാക്ക് വരികയും ആ ബസ് നേരെ മുകളിലേക്ക് തെറിക്കുകയും ചെയ്തു. നാശം! എവിടെ നോക്കിയാടാ നീ ഓടിക്കുന്നത്? നിനക്ക് മര്യാദയ്ക്ക് ഓടിക്കാൻ അറിഞ്ഞൂടെ? ആ സമയത്ത് ആ ഡ്രൈവറിനെ ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. നാശം! എന്തെങ്കിലും ഒന്ന് പറയടാന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് നോക്കിയപ്പോഴാണ് "ഹ, അ, അ, അത് ഞാനല്ല. നമ്മളിപ്പോ മൈനിലേക്കല്ല." "എന്ത്? എന്താണ് നീ പറയുന്നത്?" "നമ്മള് നമ്മളിപ്പോ കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളതിപ്പോ കഴിച്ചോണ്ടിരിക്കുവാണ്." പിന്നെ കാണിക്കുന്നത് മാസിവുള്ള ഒരു സാൻഡ് മോൺസ്റ്റർ ആ ഒരു ബസ്സിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങുന്നതാണ്. ഇതറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിത്തരിച്ച് അവരെല്ലാവരും നേരെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി. പക്ഷേ എവിടുന്ന്? അത്രയും വലിയൊരു മോൺസ്റ്ററിന്റെ വായിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ്? ഒന്നാലോചിച്ച് നോക്കിയ എല്ലാ സിറ്റുവേഷനും സെയിം തന്നെയാണ്. നിയോൺ സോളിൽ ഒരു അവയ്ക്കറിന്റെ കയ്യിൽ പോയി പെട്ടാലും ദേ ഇവിടെ വെച്ച് ഒരു സാൻഡ് വേം എന്നെ ജീവനോടെ ഭക്ഷിച്ചാലും എന്നാ വ്യത്യാസമായിരിക്കുന്നു? എന്തെങ്കിലും വ്യത്യാസമായിട്ടുണ്ടോ? ഈ നെറുകെട്ട ലോകത്ത് ശക്തിയുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നെപ്പോലെയുള്ള എല്ലാവരും ഇതേപോലെ മരിക്കും. ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ ഇതേപോലെ ഇതേപോലെ മരിക്കും. എന്ത്? ഞാൻ വീക്ക് ആയതുകൊണ്ടാണോ? ആ സമയത്ത് ആ ഒരു സാൻഡ് വേം അവനെ കംപ്ലീറ്റ്ലി വിഴുങ്ങിയിരുന്നു. എന്തൊരു ക്ലീശെ പ്രെഡിക്റ്റബിൾ ആയുള്ളൊരു ജീവിതമാണല്ലേ എൻ്റെത്. എനിക്കൊന്നും തന്നെ ഇവിടെ ഞാൻ ഞാൻ സ്ട്രോങ്ങർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കിവിടെ ഒന്നും തന്നെ. അതേസമയം അവനാട്ടെ അതിന്റെ വായിൽപ്പെട്ട് മുങ്ങി താഴാനും തുടങ്ങി ആ ഒരു മണൽ തിട്ടയിൽ. അവന്റെ കൈ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവന്റെ കൈ ഒടിഞ്ഞ അവസ്ഥയിലുമായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു അവൻ കണ്ണ് തുറന്നത്. അവന് ശ്വാസമെടുക്കാൻ പറ്റുന്നുണ്ട്. അവൻ പറ്റുന്ന പോലെ ശ്വാസം എടുക്കാൻ തുടങ്ങി. അവൻ പോലും അറിയാതെ അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് സംഭവിക്കാനായിട്ട് തുടങ്ങി. പൊളിഞ്ഞു കിടക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പൊളിഞ്ഞു കിടക്കുന്ന ഈഫിൽ ടവർ, പൊളിഞ്ഞു കിടക്കുന്ന പല പല സ്ഥലങ്ങൾ എല്ലാം തന്നെ അവനവന്റെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞ അവനെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞ അവൻ ഈ ഭൂമിയെ തന്നെ മരുഭൂമിയായ ഈ ഒരു ഭൂമിനെ തന്നെ അവനെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം അവന്റെ കണ്ണിൽ ഒതുങ്ങുന്നത് പോലെ. പെട്ടെന്നാണ് അവൻ പറഞ്ഞത് സാൻഡ് ബ്ലാസ്റ്റർ. അടുത്ത സെക്കൻഡ് നമ്മൾ കാണുന്നത് ആ ഒരു സാൻഡ് മോൺസ്റ്ററിന്റെ ശരീരത്തിന്റെ അകത്തുനിന്ന് ഒരു മാസിവുള്ള അറ്റാക്ക് പുറത്തേക്ക് വരുന്നതാണ്. അതിന്റെ ശരീരം പറഞ്ഞ അവസ്ഥയിൽ. ഞാനവിടെ ചാകത്തില്ല. ഞാൻ ഈ നെറുകെട്ട ലോകത്ത് ഞാനിവിടെ സർവേ ചെയ്യും. ഞാൻ ഈ നാശം പിടിച്ച ലോകത്ത് സർവേ ചെയ്യും. ഈ ലോകത്ത് മുഴുവൻ മണൽ മാത്രമാണ്. ഞാൻ വാക്ക് തരുവാണ്. ഞാനിവിടെ സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ നേരെ പുറത്തേക്ക് നടന്നു വന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ചോര ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മോൺസ്റ്ററിന്റെ വയറ് പൊളിച്ചുകൊണ്ട് അവൻ നേരെ പുറത്തേക്ക് വന്നുകൊണ്ടാണ് സിയോൺ പറയുകയും ചെയ്യും. എനിക്കത് ക്ലിയർലി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ശരീരത്തിലുള്ള ഓരോ സെൽസും എന്നോട് പറയുന്നുണ്ട് ഇത് ഇതാണ് ശരിക്കും അവേക്കണിങ്. പെട്ടെന്നാണ് ആ സാൻഡ് മോൺസ്റ്റർ ഉച്ചത്തിൽ കിടന്ന് അലറാൻ തുടങ്ങിയത്. അടുത്ത സെക്കൻഡ് സിയോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. വാ വാ, ഞാനിപ്പോ കാണിച്ചു തരാം എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞപ്പോഴാണ് നീ എൻ്റെ വട്ടം വന്ന് നിൽക്കുകയാണ്, മാറി നിൽക്കെന്ന് പറഞ്ഞ് ഒരുത്തരം എൻ്റെ തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അല്ല ഇത് അടുത്ത സെക്കൻഡ് സിയോനെ അവൻ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞു. അവൻ അവിടെ ഒരു മണൽ തിട്ടയിൽ വന്ന് വീഴുന്നുണ്ട്. നാശം! അതാരായിരുന്നു? ഞാൻ അവനെ കണ്ടതുപോലും ഇല്ലല്ലോന്നും പറഞ്ഞ് അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഹ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടിട്ടാണ് ഇങ്ങനെ മനുഷ്യരെ കഴിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് അതിന്റെ ശരീരത്തിലേക്ക് ഒരു സോൾ കുത്തി ഇറക്കുന്നതാണ്. അതിലുപരി എത്ര ഉയരത്തിലാണ് നീയൊക്കെ വന്ന് നിൽക്കണത്? നീയൊക്കെ നിലത്ത് നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് മര്യാദക്ക് താഴത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് അവൻ എൻ്റെ കാലുയർത്തിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുന്നത് ലിറ്ററലി ആ സാൻഡ് മോൺസ്റ്റർ നിലം പതിക്കുന്നതാണ്. ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്? അത്രയും വലിയൊരു സാൻഡ് മോൺസ്റ്ററിനെ അവൻ നിസ്സാരമായി തന്നെ ഡിഫീറ്റ് ചെയ്തു. അതോ സോഡ് യൂസ് ചെയ്ത്. ഓ കോപ്പ്, ഇത് ഇവിടെ സ്റ്റക്കായല്ലോ. അല്ല ഇവനെങ്ങനെ ഒരു അവയക്കിണറാണോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ യോൺ യോൺ ബിയോം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്യാപ്റ്റൻ? അല്ല ഇതാരാണ്? പിന്നല്ല, ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിക്കും. ആ മതി മതി, ബാ നമുക്ക് തിരിച്ചു പോകും. അല്ല ഇവളെപ്പോഴാണ് ഇവിടേക്ക് വന്നത്? അതിലുപരി അവൾ ശരിക്കും സ്ട്രോങ്ങറാണ്. അല്ല ഒരു നിമിഷം, എൻ്റെ കൈ കംപ്ലീറ്റ്ലി ഫ്രീസ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്റെ കൈ വലിക്കാനായിട്ട് നോക്കി. നിനക്കറിയാലോ ഈ സാൻഡ് ബോം എന്ന് പറയുന്നത് അത്ര ഈസി ആളൊരു ഒപ്പോണൻ്റ് അല്ലെന്ന് ജിൽസിയ. ആ അതൊക്കെ എനിക്കറിയാം. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് മൈൻഡ് അത് നേരെ മുന്നിലേക്ക് നടന്നു വന്നു. ഇതേ സമയം പെട്ടെന്ന് അവളൊരു അറ്റാക്ക് ചെയ്ത് അവനെ മുകളിലേക്ക് എടുത്ത് ഉയർത്തി. എന്നിട്ട് നേരെ നിലത്തേക്ക് വെച്ച് അവന്റെ കൈ പിടിച്ച് അങ്ങോട്ട് തിരിച്ചു. ആ ഇനി എനിക്ക് കാണണം നിന്റെ എബിലിറ്റി എന്തുവാണെന്ന്. അപ്പൊ കണ്ടാലോ ഈ വിഡ്ഢിയുടെ എബിലിറ്റി എന്നു പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാൻഡേജ് അവൾ പതുക്കെ അഴിക്കാനായിട്ട് നോക്കി. അല്ല ഇത് ക്യാപ്റ്റൻ
ഇവൻ അവയ്ക്കണ്ടൊന്നും അല്ല കേട്ടോ. ഇത് നീ എന്താണ് പറഞ്ഞത്? നീ എന്ത് വിഡിത്താണ് പറയുന്നത്? ദേ ഇവന്റെ കയ്യിലൊരു റാങ്ക് ഇഗ്നീഷ്യ ഒന്നും ഇല്ല കേട്ടോ. എന്ത് റാങ്ക് ഇഗ്നീഷ്യ ഇല്ലെന്നോ? ഇന്റെ കയ്യിലോ? ഇവനെ ബ്ലൈൻഡ് ആണോ? അല്ല റാങ്ക് ഇഗ്നീഷ്യ ഇല്ലാത്ത ഒരാളെങ്ങനെയാണ് അവയ്ക്കണ്ടറാകുന്നത്? നീയൊക്കെ അവിടെ എന്ത് ചെയ്യുവാണ്? വന്നേ സന്ധ്യാകാറായി, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ചെല്ലണ്ടേ? ആ വന്നടാ ഒന്ന് അടങ്ങ്. അല്ല ക്യാപ്റ്റൻ, ഇവൻ എന്ത് ചെയ്യും? ഇവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ട് ഇവിടെ കിടന്ന് ചാകും. ഓ നീ ഇപ്പൊ എന്നെ കൊന്നില്ലെന്നേ ഉള്ളു. ആ സമയത്ത് ക്യാപ്റ്റൻ അവനെ തന്നെ നോക്കി. സിയോൺ തിരിച്ച് നോക്കുകയും ചെയ്തു. അവനെടുത്ത ഡിക്കിലിട്ടിട്ട് നമ്മൾ എന്തായാലും ആ ഒരു മൈനിങ് ഏരിയയിലേക്കല്ല പോണ, ഇവൻ അവിടെ എങ്ങനെ ഇറക്കി വിടാം. യെസ് സാർ എന്ന് പറഞ്ഞ് അവനെ പൊക്കിക്കൊണ്ട് അവൾ പോകുകയും ചെയ്യും. പിന്നെ കാണിക്കുന്ന ഒരു കിട്ടിലെ ഹമ്മറിൽ ഒരു യാത്ര ചെയ്യുന്നതാണ്. അവരട്ടെ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ നിന്നോടൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തോന്നിയ പോലെ ഇറങ്ങി പോകില്ലെന്ന്. രാത്രിക്ക് മുമ്പ് അവിടെ ചെല്ലണമെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ. അവര് നല്ല ബഹളമായിരുന്നു. അങ്ങോട്ടേക്കിട്ട് മഴയ്ക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. എന്നാൽ സിയോണട്ടെ അവിടെ പുറകിൽ കിടക്കുകയാണ്. അവർ നോക്കാൻ നേരത്ത് അവൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് സാൻഡ് അവന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, സിമ്പിളായിട്ട് തന്നെ. അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഡെഫിനറ്റ്ലി ഒരു അവേക്കനാണ്, അതൊരു എബിലിറ്റി എനിക്കുണ്ട്. പക്ഷേ അവരെന്താണ് എൻ്റെ റാങ്ക് ഇഗ്നീഷ്യ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? അല്ല പറഞ്ഞതുപോലെ ഇതിൻ്റെ കളറിനും ചെറിയ ചേഞ്ച് ഓറഞ്ച് ആണോ? ഏയ് അല്ല, ഇതിന് ഈ സാൻഡ് തൊട്ട് ഏതോ സെയിം കളറാണല്ലോ. ഈ ഒരു റാങ്ക് ഇഗ്നീഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കളർ ബേസ്ഡ് ആണ് ഒരു അവേക്കണറിന്റെ ടൈപ്പ് നിശ്ചയിക്കുന്നത്. ഈ ബ്ലൂ എന്ന് പറഞ്ഞത് മാജിക് ടൈപ്പാണ്, റെഡ് എന്ന് പറഞ്ഞത് മാർഷ്യൽ ടൈപ്പാണ്. ആൻഡ് ഇതൊന്നും കൂടാതെ ഒക്കേഷനിൽ കുറച്ചധികം അധികം അവേക്കണിസ്റ്റും ഉണ്ട്. പക്ഷേ എൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞത് അത് ഈ സാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഞാൻ ഇതിനെപ്പറ്റി ഇതിനു മുമ്പ് കേട്ടിട്ട് പോലില്ലെന്ന് പറഞ്ഞ് അവൻ്റെ ചുറ്റിനുണ്ടായിരുന്ന സാൻഡൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും റാങ്ക് വെച്ച് നോക്കിയിട്ട് ഞാൻ എങ്ങനെ പോലും ഒരു എഫ് റാങ്ക് ആയിരിക്കും, ഏറ്റവും ലോവസ്റ്റ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബൗണ്ട്ലെസ് ഉള്ള പൊട്ടൻഷ്യലുണ്ട്, ഈ ഒരു മരുഭൂമി പോലെ. എന്നിട്ട് അവൻ ചിരിച്ചിട്ട് പറയുകയും ചെയ്യും, സമയം എന്തായാലും ഇപ്പം എൻ്റെ കൂടെയില്ല, പക്ഷേ ഒരിക്കൽ അത് ഉറപ്പായിട്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വരും. എന്തായാലും ആ സമയം വരെ ഞാനിത് ഹൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം ഈ ഒരു എൻ്റെയർ ഡെസേർട്ട് അല്ല, ഈ ഭൂലോകം തന്നെ ഇനി എൻ്റെ ശക്തിയുടെ കീഴിലാണ്. പിന്നെ കാണിക്കുന്നത് ഒരു ടൗൺ ആണ്. അവരവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണല്ലേ മാന ക്രിസ്റ്റൽ മൈൻ. ഇതൊരു ചെക്ക് പോയിന്റ് അല്ലേ? ചെറുക്ക നീ എന്നെ ഫോളോ ചെയ്. അല്ല ഇത് അഴിച്ചു വിടൂ. ദേ എൻ്റെ വായിരിക്കുന്ന വല്ല കേൾക്കും, മര്യാദക്ക് വാന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഒരുത്തൻ പോവുകയും ചെയ്യും. ഈ സമയത്താണ് അവൻ പറയുന്നത്, അത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലേ. അതെന്താ ക്യാപ്റ്റൻ അങ്ങനെ പറഞ്ഞത്? അവൻ സർവേ ചെയ്തുകൊണ്ടാണോ? അവൻ സർവേ ചെയ്തൊന്നുമില്ല, അത് പ്യൂർലി കോയിൻസിഡൻസ് ആയിരുന്നു. അത് കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കാണിക്കുന്നത് അവൻ കുറച്ചു മുമ്പ് ശ്രദ്ധിച്ച ആ ഒരു കാര്യമാണ്. അതായത് ആ ഒരു സാൻഡ് വേമിൻ്റെ ശരീരത്ത് ഒരു മാസീവ് ഉള്ള ഹോൾ ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ അവൻ പറയും ചെയ്യും, എന്തായാലും അവൻ്റെ പേരൊന്ന് തിരക്കേണ്ടതായിരുന്നു. കാര്യം എൻ്റെ മനസ്സ് പറയുന്നത് നമ്മൾ അവനെ ഉറപ്പായിട്ടും ഇനിയും കാണുമെന്നാണ്. ആ ഒരു മൈൻഡ് സിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും തിരക്കായിരുന്നു ആ സ്ഥലത്ത് മുഴുവൻ. അല്ല ഇത് ശരിക്കും ഒരു മൈൻഡ് സിറ്റിയാണോ? ഇത് കണ്ടിട്ട് എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ടു ബി ഫ്രാങ്ക് കുറെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. വായടച്ചിരിക്കടാ, അല്ലെങ്കിൽ നിന്റെ പോയില് ഞാൻ ഒരു ഉണ്ട കയറ്റും. നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, നിന്റെ സുപ്പീരിയർ ഇവിടേക്ക് വന്നോളും. അതുകൊള്ളാം, നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകുവാണോ? പിന്നല്ലാതെ ഞാൻ എന്താ നിന്റെ കൂടെ ഇവിടെ നിൽക്കണം? ഞാനാ നിന്റെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് കയറ്റിയാൽ മതിയോ? അല്ല അങ്ങനെയല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്, നീ എന്നാന്ന് വെച്ചാൽ ചെയ്യും. ഇവിടെ ആർക്ക് എന്നെ ചൊറിയാനിരിക്കണം, ഇന്ന് പോടെ ഇറക്കാന്ന് പറഞ്ഞ് ആ നേരെ തിരിച്ച് പോകുകയും ചെയ്യും. നാറി. എന്തായാലും ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണാം, നല്ല വിശപ്പുണ്ട്, എന്തായാലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. ആ സമയത്താണ് അവനത് ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു പുള്ളി ഫുഡ് വിൽക്കാൻ വെക്കുന്നുണ്ട്. അല്ല ഒരു നിമിഷം, ഈ സമയത്താണ് പെട്ടെന്ന് അവനത് ശ്രദ്ധിക്കുന്നത്. അതൊരു പോസ്റ്ററാണ്. വിത്ത് അവർ ലേബർ ഇറ്റ് ബ്രൈറ്റ്ലി ഇലുമിനേറ്റ് ന്യൂ സിയോൾ എന്നാണ്. സത്യം പറഞ്ഞാൽ അത് ആ സിറ്റിയുടെ കഥയാണ് പറയുന്നത്. എങ്ങനെയുണ്ട് കേട്ടിട്ട് ശരിക്കും ഗ്രാൻഡ് ആയിട്ടില്ലെന്ന് ആ കിളവൻ ചോദിക്കും. സത്യം പറഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിട്ട്, അതുകൊണ്ട് തന്നെ ശരിക്കും ഫണ്ണിയാണ്, ആബ്സലൂട്ട്ലി ഫണ്ണി. ഈ നിയോൺ സിയോളിലെ എനർജി തന്നെ ഇവിടുത്തെ മാജിക് സൗണ്ട്സ് എന്നാണ് അവർ പറയുന്നത്. അല്ല താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത് ആ മാന ക്രിസ്റ്റൽസ് തന്നെയല്ലേ? അല്ലടാ, അത് നിന്നെ പോലുള്ള ആൾക്കാരാണ്, നിന്നെ പോലുള്ള റാറ്റ്സ് ആണ് ഇവിടുത്തെ സോഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെയൊക്കെ എണ്ണം കുറേ നേരത്ത് എവിടെ നിന്നൊന്നും ഇല്ലാതെ കുറേ എണ്ണം ഇവിടേക്ക് വരും ഈ മൈൻസ് കുഴിക്കാനായിട്ട്. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചത്തു തൊലയുന്നവർ ഇവിടുത്തെ വളമായിട്ട് മാറും, ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് പണിയെടുത്തോണ്ടിരിക്കും. ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ സിറ്റിയുടെ എനർജി സോഴ്സ് എന്ന് പറഞ്ഞത് നിന്നെ പോലുള്ള റാറ്റ്സ് ആണ്. കൊള്ളാം കൊള്ളാം, കിളവ ചത്ത് മണ്ണിലടേണ്ട സമയം, എന്നിട്ട് ഇങ്ങനത്തെ വർത്താനമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എൻ്റെ ഏജിലാന്നിടത്ത് നിനക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. അല്ല എങ്ങനെ ഉണ്ടായിരുന്നു ആ സാൻ വെമ്മിന്റെ വയറ്റിൻ്റെ അകത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ? അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന പോലെ ഉണ്ടായിരുന്നോ? റൂമിൽസ് ഇവിടെ വരെ സ്പ്രെഡ് ആയോ? നീ ശരിക്കൊരു വിഡ്ഢിയാണ് പയ്യ. നിനക്ക് അറിഞ്ഞോടാ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്.
ഒന്നുമില്ലെങ്കിലും നിനക്ക് ആ സാൻഡ് മേമിന്റെ പൂപ്പായിട്ട് മാറാൻ പറ്റുമായിരുന്നല്ലോ. വെറുതെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഓടിപ്പിടിച്ച് ഇവിടേക്ക് വന്ന്? ഇതത്ര സ്വർഗ്ഗരാജ്യമൊന്നുമല്ല. സ്വർഗ്ഗരാജ്യമോ? ഞാനിവിടേക്ക് വന്നത് പൈസ ഉണ്ടാക്കാനായിട്ടാണ്. യെസ്, അത് തന്നെ. ഏറ്റവും വലിയ ബുൾഷിറ്റാണ് നീ ഇപ്പം പറഞ്ഞത്. ഞാൻ നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം. ദേ അവിടേക്ക് കണ്ടോ? അവിടെയൊക്കെ കുറച്ച് പാക്കേജസ് ആയിരുന്നു. അല്ല, അതെന്താണ്? അത് മുഴുവൻ ട്രാഷ് അല്ലേ? അതെങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്? ഞാനത് കളക്ട് ചെയ്തതാ. ഓരോ വർഷം ഞാനിങ്ങനെ കളക്ട് ചെയ്യാറുണ്ട്. അതാണ് അവസാനം. നിന്നെപ്പോലുള്ള വിഡ്ഢികളുടെ അവസാനമാണ് ആ കാണുന്നത്. ആൻഡ് ആ കാണുന്നതാണ് നിന്റെ ഫ്യൂച്ചറും. ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം വരുന്നത് മൈൻഡ്സിലേക്ക് കേറണ്ട, അതെങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള എല്ലാം വിറ്റ് പെറുക്കി അവരിവിടെ പിടിച്ചു നിൽക്കും. ഇവിടെ തൂങ്ങിക്കിടക്കും. പക്ഷേ അവസാനം അവർക്കിവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. അധിക നാൾ അവർക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കയ്യിലുള്ള എല്ലാം പോയതിനു ശേഷം അവർക്ക് മറ്റ് മാർഗ്ഗമില്ലാതെ നേരെ ആ ഒരു മൈനിലേക്ക് കയറും. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് വിധി. എല്ലാവരും സെയിം ഫെയ്ത്തിലേക്ക് ചെന്ന് വീഴും. ചുരുക്കം പറഞ്ഞാൽ ഈ മൈൻ അവസാനം അവരെ കൊന്ന് തിന്നും. സാധാരണ ആൾക്കാർ പറയുന്നത് ഒരാൾ മരിക്കാൻ നേരത്ത് അവരുടെ പേര് അവിടെ ബാക്കി വെച്ചിട്ട് പോകുമെന്നാണ്. പക്ഷേ നിന്നെപ്പോലുള്ള ട്രാഷ് ഇവിടെ മരിക്കാൻ നേരത്ത് ഒന്നും തന്നെ ബാക്കി വെക്കാറില്ല. അവിടെ മരണം മാത്രമുണ്ടാകും. നിന്റെ മരണം കാണാനും ഞാൻ ഇവിടെ കാത്തിരിക്കുമെന്ന് ആ കിളവൻ പറയും. ഇതൊന്നും സിയോനെ അത്ര അങ്ങാട്ട് ഇഷ്ടപ്പെട്ടില്ല. നാശം, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ഫുഡ് വലിച്ചെറിഞ്ഞ്. എത്ര രൂപയെ? അതോ 10 സോൾ. എന്ത് 10 സോളോ? നീ എന്താണ് ഊറ്റാൻ നോക്കുവാണോ? ഈ ഒരു ഉണക്ക സാധനത്തിനാണ് 10 സോൾ എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ ഇവിടെയുള്ള എല്ലാം പ്രഷ്യസ് ആണ്. പൈസ തന്നിട്ട് നിനക്ക് പോകാൻ നോക്ക്. പിന്നെ പൈസ? ഇത്രയും ചീപ്പുള്ളൊരു മീറ്റിന് ഞാൻ 10 സോൾ തരാനായിട്ട് പോകുവാണോ? പിന്നെ എന്നോട് ക്ഷമിക്ക്, എൻ്റെ കയ്യിലധികം പൈസയൊന്നുമില്ല. ഇനി നിനക്ക് പൈസ വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ വേണേ പിടിച്ചു വലിച്ചു മേടിച്ചോ എൻ്റെ കയ്യിൽ നിന്ന്. അല്ല, നിനക്ക് ശരിക്കും ബുദ്ധിയില്ല. ഈ സമയത്ത് കുറേയധികം പേര് അവരുടെ ചുറ്റിനും കത്തിയും കടാരൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. അല്ല, ഞാനെന്ത് ചെയ്യാനാണ്? എൻ്റെ പൈസ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കുറെ പേര് അവനെ കൊല്ലാൻ വരുന്നതാണ്. എടാ, നിനക്ക് തന്നെ ഇത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ പോലൊരു കിളവൻ ഇവിടെ ഒരു ബിസിനസ് അതും ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നടക്കത്തില്ലല്ലോ. ആ ടൈമിൽ അവന് മനസ്സിലായി എല്ലാരും അവനെ കൊല്ലാനാണ് അവിടേക്ക് വന്നതെന്ന്. അപ്പൊ പിന്നെ പറ, ഇനി നീ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നാശം, നാശം. ദേ കിളവാ, ഒന്ന് അടങ്ങിക്ക്. എൻ്റെ അതിന് പൈസ ഒന്നുമില്ല. ഞാൻ പറയുന്ന കേൾക്ക്, നമുക്കിത് സംസാരിച്ച് തീർക്കാം. ഈ 10 സീൽ എന്നൊക്കെ പറഞ്ഞ് അത് ശരിക്കും എക്സ്പെൻസീവ് ആണ്. അതുവാ ഉണക്കം പിന്നെ ഞാൻ എങ്ങനെയാണ് 10 സീലൊക്കെ തരുന്നത്? ഹാ, നിന്റെ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനത്ര ക്രൂരനൊന്നുമല്ല. പകരം മറ്റൊരു കാര്യം നീ തന്നാ മതി. എന്ത്? നിന്റെ പോക്കറ്റിലിരിക്കുന്ന ആ ഒരു മാന ക്രിസ്റ്റൽ ഉണ്ടല്ലോ, അതിങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. നാശം, ആ റൂമർ ഇവിടെ വരെ സ്പ്രെഡ് ആയിരുന്നല്ലോ. മര്യാദക്ക് അതിങ്ങോട്ട് താ. അത് തന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം. കാര്യങ്ങളൊക്കെ ഫെയർ ആകും. പിന്നെ ഫെയർ കോപ്പാണ്. ഞാനെന്ത് കഷ്ടപ്പെട്ടാണ് ഈ സാമാൻ കണ്ടെത്തിയെന്നറിയോ? അത് നിനക്കങ്ങോട്ട് ചുമ തരണമെന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് ഒരുത്തൻ വന്ന് അവൻ്റെ തലയിൽ കയറി പിടിച്ചു. സാർ, ഞാൻ പറഞ്ഞേക്ക്, നമുക്കിത് സംസാരിച്ച് തീർത്താൽ പോരെ? വെറുതെ എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ അവനെൻ്റെ മുഖം പിടിച്ച് നേരെ നിലത്തേക്ക് കുത്തി. ഡാ കിളവ, എത്രയെന്നും പറഞ്ഞാണ് ഇവൻ പറയുന്നത് കേട്ടിട്ട് ഇരിക്കുന്നത്. ഇവനെ പിടിച്ച് കുത്തി ചോദിച്ച് ഇവൻ തരുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ മുഖത്തേക്ക് ചോര തെറിച്ചത്. സാൻഡ് ബ്ലാസ്റ്റർ. പിന്നെ കാണുന്നത് അവൻ്റെ കൈ തെറിച്ച് പോകുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ കയ്യിലേക്ക് ആ കൈ വന്ന് വീഴുകയും അവരെല്ലാവരും പേടിച്ച് വിറക്കുകയും ചെയ്തു. അടുത്ത സെക്കൻഡ് സിയോൺ അവൻ്റെ ആ ഒരു എബിലിറ്റി യൂസ് ചെയ്ത് അവൻ്റെ ചുറ്റിനുണ്ടായിരുന്ന എല്ലാവരെ കൊന്നൊടുക്കാനായിട്ട് തുടങ്ങി. അതും ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യാതെ. ഡാ 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 ഈ സമയത്താണ് അവന് ബോധം തിരിച്ചു വന്നത്. എന്തേ, നിന്റെ ബോധം പോയോ? അത് നീ സ്വപ്നം കാണുമായിരുന്നോ? നാശം, നാശം, ഒരു കാര്യമില്ലായിരുന്നു. അവൻ ആ ക്രിസ്റ്റലി എടുത്ത് എറിഞ്ഞു കൊടുത്തു. കൊണ്ടുപോയി തിന്ന്. നീ ഇത്ര ഡെസ്പറേറ്റ് ആയിട്ട് ചോദിച്ച ആ ഒരു മാന ക്രിസ്റ്റലി അല്ലേ? ഇതിന്റെ സൈസ് ഇത്രയുണ്ടല്ലേ? കണ്ടിട്ട് ഒരു 100 സിയോൾ. 100 സിയോളോ? നീ എന്നെ ചുമ കളിക്കുവാണോ? അതിന് അറ്റ്ലീസ്റ്റ് ഒരു 300 സിയോളെങ്കിലും കിട്ടും. 100 സിയോളെന്ന് നിനക്കറിഞ്ഞൂടെ? ഇവിടെയുള്ള എല്ലാം പ്രഷ്യസ് ആണണ്ടാ. സത്യം പറഞ്ഞാ നീ അവിടെ തന്നെ കിടന്ന് ആ ഒരു സാൻഡ് വേവിന്റെ വയറ്റിൽ കിടന്ന് ചത്തുപോയാൽ പോരായിരുന്നോ? സാഹി കേട്ടോണ്ട് സിയോൺ തല നിലത്തേക്കടിച്ചു. നായിന്റെ മക്കൾ എല്ലാവരും എന്നെ ചൂഷണം ചെയ്യുവാണ്. പക്ഷേ പോരാ, ഇത് ഓൾഡ് മാൻ, ഞാൻ പറയുന്നേക്ക്, ഞാനിവിടെ വന്നതേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു ചാൻസ് എങ്കിലും എനിക്ക്. ആ, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നീ ഇനി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നന്നായിട്ട് പിക്ക് പോക്കറ്റേഴ്സ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നിന്റെ സാധനങ്ങളൊക്കെ അത് കൊള്ളാം. എൻ്റെ മുമ്പിൽ തന്നെ ഒരാൾ നിൽക്കാൻ നിർത്താണോ? പിന്നെ ഇതെന്തായാലും നമ്മുടെ ആദ്യത്തെ ഡീലല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാം. ദേ പുറകിൽ കാണുന്നതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു സാധനം നീ എടുത്തോളൂ. ഒരെണ്ണം മാത്രം എടുത്തോളൂ. ഓ, ഇത് മുഴുവൻ കുപ്പയാണല്ലോ. ഇതിൻ്റെ അകത്തൊന്നും ഒരു കോപ്പമില്ല.
സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വേർത്തായിട്ടുള്ള കിട്ടുമോ? ആ സമയത്താണ് ആ കിളവൻ പറയുന്നത്, ഇവൻ ശരിക്കും അമ്യൂസിംഗ് ഉള്ള ഒരു പയ്യനാണ്. സത്യം പറഞ്ഞാൽ ഇത്തരം വലിയൊരു അവസ്ഥയിൽ അവന് ഒബ്സഷൻ ഒന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കിയേ. ഇവൻ എന്തായാലും അല്ല ഇവിടെ ഉപകാരമുള്ള ഈ സമയത്ത് അവനൊരു കാര്യം ശ്രദ്ധിച്ചു. ഓ അതോ, അതൊരു ക്യാരവിനിൽ നിന്നുള്ളൊരുത്തൻ കൊണ്ടുവിട്ടിട്ട് പോയതാണ്, പിന്നെ അവനെ കണ്ടിട്ടില്ല. ആ, അതിൽ നല്ല സാധനം നിനക്ക് നോക്കിയാൽ കിട്ടും കേട്ടോ. പക്ഷേ വേണ്ട, എനിക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് ഒരു ഹവർ ഗ്ലാസ് അവനെടുത്ത് കയ്യിലേക്ക് വെച്ചു. ഞാനടുത്ത് നീ കുറച്ചുകൂടെ എന്തെങ്കിലും മികച്ച സാധനം എടുക്കുമെന്ന്. കൂട്ടത്തിൽ ഏറ്റവും യൂസ്ലെസ് ഉള്ള സാധനമല്ല സെലക്ട് ചെയ്തത്. കുഴപ്പമില്ല കുഴപ്പമില്ല. ആ, പറഞ്ഞതുപോലെ കിളവാ, തങ്ങളുടെ പേരിനാണ് ക്ലെക്സി. ആ, ഓൾഡ് മാൻ ക്ലെക്സി. ഇനി നമ്മളെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഹാ, അതെന്തായാലും നമുക്ക് ഭാവിയിൽ കാണാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് നടന്നു. പിന്നെ കാണിക്കുന്ന ആ ഒരു ഹവർ ഗ്ലാസ് ആണ്. ഓ, അപ്പം 10 മിനിറ്റ് വേണം ഇത് പൂർണ്ണമായിട്ടും ഇപ്പുറത്തേക്ക് വരാനായിട്ട്. അത് ആ മൈനിങ് കോട്ടേഴ്സ് ആണ്. അപ്പൊ പിന്നെ ഇനി തുടങ്ങിയാലോ? അവൻ അവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തു. എന്നിട്ട് അവനെങ്ങെന്നും പറഞ്ഞ് അവനെ പവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല. നാശം. ഞാനോർത്ത് ഇതിന്റെ അവേക്കനിങ് ആയിട്ട് റിലേറ്റഡ് ആയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ആണെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ലൈക്ക് ഒരു സ്ട്രേഞ്ച് അല്ല ദെജാവു അടിച്ച പോലെ, ഇത് എനിക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ, അതെന്നെ വിളിക്കുന്നത് പോലെ. പക്ഷേ എന്താണ് ഈ ഫീൽ കംപ്ലീറ്റ്ലി ഏത് നായിന്റെ മോനാടാ ഇന്നിവിടേക്ക് വന്നെന്ന് പറഞ്ഞ് പെട്ടെന്നൊരുത്തൻ ആ വാതിലും ചവിട്ടി തുറന്ന് അവിടേക്ക് വന്നു. നീയാണോടാ ഇന്ന് വന്ന നായ? നീ എന്താണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്? നിനക്ക് മൈലേക്ക് വരാൻ അറിഞ്ഞൂടെ? അത് മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞേക്കാം, നീ അനുസരണയിൽ ഇവിടെ നിന്നില്ലെങ്കിൽ എന്റെ പേര് നായെന്നൊന്നുമല്ല, എന്റെ പേര് സിയോൺ എന്നാണ്. അതാ നിനക്ക് പേര് വിളിക്കാൻ അറിഞ്ഞൂടെ എന്ന് ചോദിച്ച അടുത്ത നിമിഷം ഒരു ഒന്നൊന്നര പഞ്ച് അവന്റെ മുഖത്ത് വന്ന് പതിച്ചു. തീർച്ച് പോകുന്നുണ്ട്. വാ മൂടിക്കിടക്കട നായിന്റെ മകനെന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് നോക്കി ഒരു ഒന്നൊന്നര പഞ്ച് അങ്ങോട്ട് ചെയ്തു. നിനക്കെത്ര ധൈര്യമാണ് നീ എനിക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞ് അവനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയായിരുന്നു. അവൻ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് നോക്കിയപ്പോഴാണ് അവനവിടെ നിന്ന് സ്റ്റക്കായത്. നിനക്ക് കിട്ടേണ്ട കിട്ടിയില്ലേ? കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഞാൻ ഫോളോ ചെയ്യാനായിട്ട് നോക്ക്. സിയോൺ ഒന്നും തന്നെ മിണ്ടാതെ മേടിച്ചു കൂട്ടിയതെല്ലാമായിട്ട് അവൻ പുറകെ നടക്കാനും തുടങ്ങി. നിന്റെ ദേഷ്യം അത് ഞാൻ മറക്കത്തില്ലടാ. നിന്റെ പേര് ബാക്ക് മാൻ ഹൂന്നല്ലേ? എനിക്കറിയാം. നിന്നെ ഞാൻ ഉറപ്പായിട്ടും ഒരു ദിവസം കൊന്നിരിക്കും. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ആ ഒരു മൈൻ എൻട്രൻസ് ആണ്. ചുരുക്കം പറഞ്ഞ സെക്ടർ 3. ആ, ബാക്ക്, നീ തിരിച്ചെത്തിയോ? ദേ, ഈ നായിന്റെ മകന് ഒരു എക്യുപ്മെന്റ് എടുത്തോട്. യെസ് സാർ. പിന്നെ ഒരു കാര്യം നീ മറക്കണ്ട, നിന്റെ എക്യുപ്മെന്റിനുള്ള പൈസയും പിന്നെ ഓരോ ദിവസം നീ മുണുങ്ങുന്ന ഫുഡില്ലേ അതിന്റെ രണ്ടിന്റെ പൈസ നിന്റെ ശമ്പളത്തിൽ നിന്ന് കുറക്കുന്നതാണ്. അല്ല, അത് കൊള്ളാം. ഇവിടെ എത്രയാണ് ശമ്പളം കിട്ടുന്നത്? അതിലുപരി എനിക്ക് നന്നായിട്ട് പേയ്മെന്റ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഒരു പിക്കാക്സ് അവന്റെ തലയിൽ വന്ന് പതിച്ചത്. അവൻ ഡോഡ്ജ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ തല പൊട്ടിത്തെറിച്ച് പോയെന്നാം. എന്താടാ, ആദ്യമായിട്ടാണ് നീ ഒരു പിക്കാക്സ് കാണുന്നത്? ദേ, നിന്റെ ഹെൽമെറ്റ് പോയിട്ടുണ്ട്. നിന്റെ ഹെൽമെറ്റിന്റെ പൈസ നിന്റെ ശമ്പളത്തിൽ നിന്ന് കുറക്കും. അതുകൊണ്ട് മര്യാദക്ക് പണിയെടുക്കാനായിട്ട് നോക്ക്. ഇവനൊരു കാര്യം ചെയ്യ്, ആ 972 ടണലില്ലേ അവിടേക്ക് അയച്ചാൽ മതി. അല്ല എടാ, നമ്മൾ ആ ടണൽ ഇതുവരെ ഒരു കുഴപ്പമില്ല, ഇവൻ തന്നെ അവിടേക്ക് പോട്ടെ. ദേ, ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, മാന ക്രിസ്റ്റൽ എന്നങ്ങനെ ഇല്ലാത്ത നീ പുറത്തൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാ എന്റെ കൈ കൊണ്ട് നീ ചാകും. ഒന്ന് പോടനാറി. എടാ ഒന്ന് മിണ്ടത്തി, അവൻ ഉറപ്പായിട്ടും കേൾക്കും. ബാ, തൽക്കാലം അവിടേക്ക് പോകുന്ന പറഞ്ഞ് അവർ രണ്ടുപേരും മുന്നിലേക്ക് ആ ഒരു ടണിലേക്ക് നടന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു മൈനാണ് കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിനക്കൊട്ടും തന്നെ ഭാഗ്യമില്ലായിരുന്നു. ഇന്നാണ് ആ മാൻഹോ അവൻ്റെ ഗ്യാമ്പിളിൽ തോറ്റുപോയത്. ആ ഒരു ദിവസം തന്നെ നീ വന്ന് എൻ്റെ മുഖത്ത് വന്ന് ചടിയും ചെയ്തു. ഗ്യാമ്പിളിങ്ങോ? അല്ല, ഇവിടെ ഗ്യാമ്പിളിംഗ് ഒക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ നിനക്ക് ഈ തലതെറിച്ച നാട്ടിൽ എന്തൊക്കെ ആലോചിക്കാൻ പറ്റുമോ അതെല്ലാം തന്നെയുണ്ട്. അത്രത്തോളം മോശപ്പെട്ടൊരു സ്ഥലം തന്നെയാടാ ഇത്. അല്ല, എങ്കിൽ പിന്നെ ഈ വിവരമില്ലാത്ത മാൻഹോ ഒക്കെ ഉള്ളപ്പോൾ ഈ സ്ഥലം എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത്? നീ ശരിക്കും ബോൾഡാണ്. എന്തായാലും ആദ്യ ദിവസം തന്നെ പിക്കാക്സ് ഡ്യൂട്ടി. എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏ, നീ അതിനെപ്പറ്റി വിഷമിക്കൊന്നും വേണ്ട. നിനക്ക് ശരീരത്തിന് ഒന്നും തന്നെ പറ്റത്തില്ല. കാര്യം അവിടേക്ക് പോയ ഒരാൾക്ക് പോലും ശരീരത്തിന് ചെറിയൊരു ഇഞ്ചുറി പോലും ഉണ്ടായി കേട്ടില്ല. ആ, നമ്മളിവിടെ എത്തിയല്ലേ? സോ ഇതാണല്ലേ ടണൽ 972. ആ, കുറച്ച് മാന ക്രിസ്റ്റൽസ് മൈൻ ചെയ്യണം, തിരിച്ചു വരണം, അതല്ലേ? പെട്ടെന്ന് പുറകെയുള്ള ആ ഒരു ഗേറ്റ് അടച്ചു. അല്ല, നീ തിരിച്ചു വരത്തില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കുറേ അധികം പേരെ കാണാതായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 4 പേരെ എനിക്കും അറിയാമായിരുന്നു. അവർ മരിച്ചോ ജീവനോടെ ഉണ്ടോ എവിടെ പോയെന്ന് ഒന്നും തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്ക്. അതേപോലെ തന്നെ നിനക്ക് ഞാൻ നന്ദി പറയുവാണ്. ആരും വരാത്ത ഈ ഒരു മൈനിലേക്ക് നീ ഇപ്പോൾ മൈൻ ചെയ്യാൻ വന്നതുകൊണ്ട്. എന്ത്, മരിച്ചു പോയെന്നോ? നീ എന്താണ് ഈ പറയുന്നത്? അല്ല, നീ ഇവിടെ ഒറ്റക്കൊക്കെ പോകുവാണെന്ന് ചോദിക്കാറുത്. ആ ലിഫ്റ്റ് നേരെ വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറി. ശരിക്കും അതിനെ ഇട്ടിട്ട് പോയല്ലേ? ശരിക്കും ഒരൊറ്റ നായിന്റെ മക്കളെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് സിയോന് ദേഷ്യം വന്നിട്ട്
അവനാട്ടെ ആ ഒരു പിക്കാക്സ് എടുത്ത് നിലത്തേക്ക് അടിച്ച് അതോടിഞ്ഞ് അവൻ്റെ മുഖത്ത് വന്ന് ഇടിച്ച് നേരെ തെറിച്ച് ദൂരത്തേക്ക് പോയി. നാശം, ആ പിക്കാക്സും പോയി. തിരിച്ചു വന്ന് പറഞ്ഞ് അവൻ അതിൻ്റെ പുറകെ ഓടുകയും ചെയ്യും. അല്ല, ഇതേതാ ഈ സ്ഥലം? സത്യം പറഞ്ഞാൽ നേരത്തെ ദേഷ്യപ്പെട്ടവനാണെന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിക്കാഞ്ഞത്. പക്ഷേ ഈ സ്ഥലം മുഴുവൻ മാനാൽ സമ്പുഷ്ടമാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ ആൾക്കാരൊന്നും തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അകത്തേക്ക് കയറാൻ നേരത്ത് അതിൻ്റെ ഡെൻസ് കൂടിക്കൂടി വരുവാണ്. അതിലുപരി ഇവിടെ സാധാരണ ആൾക്കാരെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ മാന ഓവർലോഡ് കാരണം സഫർ ചെയ്യും, ഉറപ്പാണ്. അല്ല, അതിലുപരി ഈ മാനയൊക്കെ എവിടുന്നാണ് വരുന്നത്? പെട്ടെന്നാണ് അവനത് കാണുന്നത്. ഹാ, കിട്ടിപ്പോയി. ഓ, അതിൻ്റെ പിടി ഒടിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരെണ്ണം കണ്ടെത്താം. എൻ്റെ ലക്ക് എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞ് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ കാൽച്ചുവട്ടിൽ ഒരു ദ്വാരം പ്രത്യക്ഷപ്പെട്ടത്. അടുത്ത സെക്കൻഡ് അവൻ ഞെട്ടിത്തെറിച്ചുപോയി. അല്ല, ഇതെന്താണെന്ന് പറഞ്ഞ് ഒരു പോർട്ടലാണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വീഴുകയും അവൻ്റെ തൊപ്പി തട്ടിത്തെറിച്ച് മുകളിൽ ഒന്ന് വീഴുന്നുകൊണ്ട് ആ പയ്യനല്ലേ, അവൻ ഉറപ്പായിട്ടും മരിക്കും. അവൻ്റെ മാതാപിതാക്കൾ ഇട്ടിട്ട് പോയതല്ലേ. അല്ല, മരിക്കാൻ നേരത്ത് നമ്മുടെ വീടിൻ്റെ മുമ്പിലൊന്നും വന്ന് മരിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇതുപോലത്തെ ഒരു ജീവിതമാണോ ആഗ്രഹിച്ചത്? എത്ര ധൈര്യമായിട്ടാണ് നീ ആ ഇറച്ചി മോഷ്ടിച്ചത്? നിനക്ക് കഴിക്കാൻ വേറൊന്നും കിട്ടാഞ്ഞിട്ടാണോ? എനിക്ക് വിശപ്പ് തോന്നാത്തൊരു ജീവിതം ആഗ്രഹിച്ചതാണോ? അവനെ പിടി, അവനൊരു കള്ളനാണ്. ഞാൻ സ്വപ്നം കാണുന്നൊരു ജീവിതം ആഗ്രഹിച്ചതാണോ? നിനക്കറിയാവോ നീ ആരെയാണ് കൊന്നതെന്ന്? നിനക്ക് അധിക നാളൊന്നും ആയുസില്ല. മര്യാദയ്ക്ക് രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിൽ നീ തീർന്നട നായെ. നിന്നെക്കൊണ്ട് പേടിയിൽ ഓടി ഒളിക്കാത്തൊരു ജീവിതം ആഗ്രഹിച്ചതാണോ? എനിക്ക് എനിക്കറിഞ്ഞൂടാ. എനിക്ക് എനിക്ക് മരണത്തെ പേടിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നോർമലായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഇതേ സമയത്താണ് പെട്ടെന്ന് അവന് ചെറിയ ബോധം വന്നത്. ആഹ്! എൻ്റെ തല, അതിലുപരി എന്തൊരു ചൂടാണ് ഇവിടെ. എൻ്റെ കൈ, അല്ല, ഇത് മുഴുവൻ ഇത് ചാരമാണല്ലോ. പെട്ടെന്ന് അവൻ ഞെട്ടിത്തെറിച്ചുപോയി. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു. നാശം, ഞാൻ ഞാനൊരു പോർട്ടലിൽ നിന്നല്ലേ വീണത്. അതിനർത്ഥം ഈ സ്ഥലം ഇതൊരു ഡഞ്ചനാണല്ലേ. സിയോന്റെ മുമ്പിലേക്ക് ഒരു കല്ല് വന്ന് തെറിച്ചു വീണ് അവനങ്ങോട്ട് എടുത്ത് പിടിച്ചപ്പോഴാണ് നാശം, എന്തൊരു ചൂടാന്ന് പറഞ്ഞ് അതങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞത്. കൊപ്പ്, ഇതപ്പോ സ്വപ്നമൊന്നുമില്ല. ഇത് ഉറപ്പായിട്ടും ആ ഒരു നിയോൺസിലെ താഴത്തുള്ള ഒരു ഡഞ്ചൻ തന്നെയായിരിക്കണം. പക്ഷേ ഈ ഒരു വോൾക്കാനിക്കുള്ള ആഷ്, ഈ ചൂട് ഇതൊട്ടും നല്ലതല്ല. ഇതെങ്ങനെ എൻ്റെ ശ്വാസകോശത്തിലേക്ക് കൂടുതൽ അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നമാകുമെന്ന് പറഞ്ഞ് അവൻ്റെ പാൻറ് അവൻ കീറി ഒരു മാസ്ക് ആയിട്ട് എടുത്ത് മാറ്റി. ഇത് ഡഞ്ചനാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്തൊരു എൻട്രൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതേപോലെ ഒരു എക്സിറ്റും കാണും. ആൻഡ് ഈ സ്ഥലത്ത് അതിൻ്റെ ലൊക്കേഷൻ വരെയുള്ള ഏറ്റവും ചാൻസ് ഉള്ളത് ദി ഹയസ്റ്റ് പീക്കിലായിരിക്കും. സോ ആ കാണുന്ന മൗണ്ടൻ പീക്കിലായിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഈ ചൂടും ഈ വോൾക്കാനിക് ആഷും കാരണം ഞാൻ മരണപ്പെടും. എന്തായാലും മാജിക്കും ഇല്ല, മാന ബീസ്റ്റും ഇല്ല. അപ്പോൾ ഇത് പെർഫെക്റ്റ് ഉള്ള ടൈം തന്നെയാണ്. എന്തായാലും ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് നോക്കി ഓടിച്ചാടി അങ്ങോട്ടേക്ക് ചെല്ലണം. സിയോൺ, അതെ, നിന്നെ കൊണ്ട് പറ്റൂടെന്ന് പറഞ്ഞ് അവൻ നേരെടുത്ത് ചാടി അപ്പുറത്ത് വന്ന് നിൽക്കും ചെയ്യും. ഹു, ഭാഗ്യം. പെട്ടെന്നാണ് അതൊടിഞ്ഞു നേരെ നിലത്തേക്ക് വീണത്. നാശം, മൂഞ്ചി. എന്നാൽ അടുത്ത നിമിഷം പ്ലീസ് എങ്ങനെയെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവനത് പിടിച്ച് എങ്ങനെയാ തൂങ്ങി കിടന്ന്. അതേപോലെ തന്നെ ആ ലാവിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് വലിഞ്ഞു പടച്ച് അതിൻ്റെ മണ്ടയിലേക്ക് കയറുകയും ചെയ്തു. നാശം, നാശം, നാശം. മാൻഹോ, നീ കാരണമാണ് നായിൻ്റെ മണ്ണിൽ ഇതെല്ലാം സംഭവിച്ചത്. നീ കാരണമാണ് ഇതെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. സിയോൺ, എന്തിനാണ് ഈ കിടന്ന് ദേഷ്യപ്പെടുന്നത്? ഇവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പുറത്ത് പോകത്തില്ല. അതുകൊണ്ട് മര്യാദക്ക് എനിക്ക് മൈൻഡ് കൂളാക്കി വെക്ക്. ഞാനിവിടെ എന്ത് വിലെടുത്തും സർവൈവ് ചെയ്യണം. നീ ഇവിടെ എന്ത് വിലെടുത്തും സർവൈവ് ചെയ്യണം. അതെ, ഇനി 4 വട്ടം കൂടെ ചാടിയാൽ മതി. നിനക്ക് നിസ്സാരമായി തന്നെ 4 വട്ടം ചാടി അവിടെ ചെല്ലാൻ പറ്റും. സോ നീ നിന്നെ തന്നെ വിശ്വസിക്കുക. വെറുതെ അനാവശ്യ ചിന്തകളൊന്നും മനസ്സിലാക്കി കൊണ്ടുവരണ്ട. നിന്റെ ലൈഫ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും നീ കീഴടങ്ങലെന്ന് പറഞ്ഞ് അവൻ നേരെടുത്ത് ചാടിയപ്പോഴാണ് നിലത്തുനിന്ന് ഒരു മാസീവുള്ള മോൺസ്റ്റർ ചാടി വന്ന് അവൻ അങ്ങോട്ട് പിടിക്കാൻ പോയത്. അത് പൂർണ്ണമായിട്ടും അവിടെ വന്ന് വാടക്കെ അതേപോലെ തന്നെ ആ ലാവയിലേക്ക് തിരിച്ചു വന്ന് വീണ് പൊങ്ങി വരികയും ചെയ്യും. പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഒരു സാധനം നേരെ നിലത്തേക്ക് വന്നത്. എന്നാൽ ആ ഒരു അറ്റാക്കിന് അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് ആ ഒരു അറ്റാക്ക് ചെയ്തത് നമ്മുടെ സിയോണായിരുന്നു. നാശം, ഇവിടെ എന്തൊരു ചൂടാണ്. ഈ ഒരു വോൾക്കാനോ ഇവിടെ എന്നെ കംപ്ലീറ്റ്ലി നാശമാക്കുന്നുണ്ട് പറയുന്നിടത്ത് സിയോൺ സത്യം പറഞ്ഞാൽ ആ ഒരു വോൾക്കാനിക് ആഷ് ഉണ്ടല്ലോ, അതൊരു സാൻഡ് പോലെ കൺട്രോൾ ചെയ്ത് അവൻ്റെ ജീവൻ എങ്ങനെയൊക്കെ രക്ഷിച്ചു. പെട്ടെന്ന് അതിൻ്റെ പവർ തീർന്ന് അവൻ നേരെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. നല്ല ഹൈറ്റിൽ നിന്ന് വീണുകൊണ്ട് ആ ഒരു ക്ഷീണം കാരണം ആ ചൂട് കാരണം അവൻ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല. ആ ഒരു ഡഞ്ചൻ അവനെ കംപ്ലീറ്റ്ലി കൊന്നു തിന്നാൻ പോകുവാണെന്ന് അവന് ഉറപ്പായി. നാശം, ഞാനിവിടെ കിടന്ന് ചാകുമെന്നാണ് തോന്നുന്നത്.
ഈ ഒരു ചൂട് എനിക്ക് താങ്ങാൻ പറ്റുമെന്ന്. അല്ല, ഞാൻ ഞാൻ ചാകാൻ പോകുവാണോ? ഇല്ല, ഇല്ല, ചത്തൂടാ. ആ, അങ്ങനെ പറ്റത്തില്ല. സർവൈവ് ചെയ്യാൻ തുടങ്ങിയതല്ലേ. നിനക്കൊരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ല സിയോൺ. ഇങ്ങനെ ചത്തു കഴിഞ്ഞാൽ അതൊട്ടും തന്നെ ഫെയർ ആയിരിക്കത്തില്ലെന്നും പറഞ്ഞ് അവനെന്റെ കാലെടുത്ത് ഉറപ്പിച്ച് കുത്തി നേരെ എണീറ്റ് നിന്നു. ഓൾഡ് യാമ, എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇവിടെ ഞാൻ ഉറപ്പായിട്ട് സർവൈവ് ചെയ്യുന്നു പറഞ്ഞപ്പോ ആ ഒരു മോൺസ്റ്റർ ചാടി അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു വോൾക്കാനിക് ക്യാഷ് കൊണ്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് നിന്റെ എബിലിറ്റി ശരിക്കും അമ്യൂസിംഗ് ആണ്. അല്ല, ഒരു ശബ്ദമോ? അതെവിടുന്നാണ്? ഓൾഡ് മാൻ യാമ, താങ്കളാണോ? സാൻഡ് മാനിപ്പുലേറ്റിംഗ്, ശരിക്കും അമ്യൂസിംഗ്, ട്രൂലി അമ്യൂസിംഗ്. പെട്ടെന്നാണ് ആ നില മുകളിലേക്ക് നോക്കിയത്, കോപ്പാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒരാൾ നേരെ നിലത്തേക്ക് വന്ന് വീഴുന്നതാണ്. അതൊരു കിളവനായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് നേരെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണുകൊണ്ടാണ് ആ ഒരു കിളവൻ അവന്റെ സോളിൽ കയറി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതുമായിട്ടാണ് നേരെ നിലത്തേക്ക് പാഞ്ഞ് വന്നത്. സിയോൺ ഇത് കണ്ടിട്ട് പറഞ്ഞു, നാശം, ഇതാ വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആ കിളവൻ നേരെ ആ ഒരു മോൺസ്റ്ററിന്റെ തലയിൽ വന്ന് വീണത്. ആൻഡ് ആ വീണതിന്റെ പവർ ശരിക്കും കൂടുതലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു മാസീവുള്ള ഷോക്ക് വേവ് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നാശം, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ ചെവി, എനിക്കൊന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, ആ ആ കിളവൻ അല്ല, കിളവനല്ല, ആ ഒരു മോൺസ്റ്റർ അതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അവൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ലിറ്ററലി ആ ഒരു മോൺസ്റ്ററിനെ കൊന്നിട്ട് ആ കിളവൻ അവന്റെ മുമ്പിലേക്ക് നടന്ന് വരുന്നതാണ്. അവൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കംപ്ലീറ്റ്ലി അവൻ വേറൊരു സ്ട്രോങ്ങർ അല്ല. അവൻ മറ്റൊരു ഡയമെൻഷനിൽ തന്നെയുള്ള ജീവിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതേ സമയം അവൻ കാലെടുത്ത് മുന്നിലേക്ക് വെച്ച് അത് പതിച്ചപ്പോൾ ആ സ്ഥലം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോയിരുന്നു. നിന്റെ പേരെന്താണ്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ 3 എണ്ണുന്നതിന് മുമ്പ് നിന്റെ പേര് പറയണമെന്നാണ്. 1, 2, 3. നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇവനെന്താണ് ഈ പറയുന്നത്? എനിക്കൊന്ന് കേൾക്കാൻ. ആ, അല്ല, ഇപ്പോ ചത്ത് തൊലയടാ. വെയിറ്റ്. അല്ല, ഇപ്പൊ എന്തിനാ എന്നെ കൊല്ലുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. എന്നെ വെയിറ്റ്. നീ എന്താ വിട്ടിയാണോ? നിന്റെ പേരെന്താന്നല്ല ചോദിച്ചത്? സിയോൺ. എന്റെ പേര് സിയോൺ എന്നാണ്. ഇതേ വെയിറ്റ്. സിയോൺ, എന്ത് മണ്ടം പേരാടാ. മണ്ടം പേരോ? ഡാ കിളവാ, താങ്കൾ എന്നെ കളിയാക്കുവാണോ? പെട്ടെന്ന് അവൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ പറയും ചെയ്യും, ഡാ ഓഡൻ. എന്ത്? ഡാ ഓഡൻ, അതാണ് എന്റെ പേര്. അല്ല, താങ്കളിപ്പോ എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തതെന്നോ? നീ കംപ്ലീറ്റ്ലി മന്ദബുദ്ധിയാണ്. നീ എന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കുകയും ചെയ്യും, എന്നിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത്? അതില്ല, ഒരു കാര്യം പറയാം, താങ്കൾ എന്നെ സഹായിച്ചു, അതിലെന്തായാലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷേ എടാ മന്ദബുദ്ധി, നീ ഇപ്പൊ ഈ സ്നേറി വന്ന് പെട്ടതെന്നും നിനക്ക് മനസ്സിലായില്ലേ? എന്ത് സ്നേറോ? എനിക്കൊന്നും. കൊള്ളാം, ഇതൊരു ഫിനോമിനയാണ്. ഒരു ഡഞ്ചനിലുള്ള മാന ഓവർലോഡ് ആകാൻ നിർത്ത്, ചെറിയ ലീക്സിലൂടെ അത് പുറത്തേക്ക് വരും, ഒരു ഗ്യാപ്സിലൂടെ. ആൻഡ് ആ ഒരു എനർജി സത്യം പറഞ്ഞാൽ ജീവജാലങ്ങളെ കൊന്ന് തിന്നുകയാണ്. അതിനാണ് സ്നേർ എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യർക്കൊന്നും ഇതൊന്നും മനസ്സിലാകത്ത് പോലുമില്ല. അതിലുപരി സാധാരണ ഒരു മനുഷ്യരും ഇത് കാണാറ് പോലുമില്ല ജീവിതത്തിൽ. നീ ശരിക്കും ലക്കിയാണ്. ലക്കി കോപ്പ്, ആ നായിൻ്റെ മോൻ മാൻഹോ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എടാ വിട്ടി, എന്നെ വിട്ടി എന്ന് വിളിക്കുന്നത് നിർത്തുന്നുണ്ടോ? എടാ വിട്ടി, കണ്ണ് തുറന്ന് നോക്കെന്ന് പറഞ്ഞ് അവന്റെ പെടലി തിരിച്ച് ഒരു സൈഡിലേക്ക് കാണിച്ചു. നിന്റെ കണ്ണുകൊണ്ട് ചുമ്മാ നോക്കിയാൽ നീ കാണുന്നില്ല. നിന്റെ കണ്ണിലേക്ക് ആ ഒരു എനർജി ഗ്യാദർ ചെയ്ത്, ആ ഒരു മാന ഗ്യാദർ ചെയ്ത് നിന്റെ കണ്ണ് പ്യൂറസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ ഗ്യാദർ ചെയ്ത് കഴിയുന്നിടത്ത് നിനക്കത് മനസ്സിലാകും. ആ ഒരു മാന ഫീൽ ചെയ്ത് നിനക്ക് കാണാൻ പറ്റുമെന്നും പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവനത് കാണാൻ പറ്റിയത്. അല്ല, അതെന്തുവാണ്? അപ്പൊ നിനക്ക് ഫൈനലി അത് കാണാൻ പറ്റുന്നുണ്ടല്ലേ? പിന്നെ കാണുന്നത് ലിറ്ററലി നേരത്തെ കണ്ട ആ ഒരു മോൺസ്റ്ററിനെ ഏതൊരു സാധനം കൊന്ന് ഭക്ഷിക്കുന്ന പോലെ, എന്തൊരു പാരസൈറ്റ് ഭക്ഷിക്കുന്നത് പോലെ കണ്ട അതിന്റെ ശവത്തിനെ അത് അവിടെ ഇട്ട് ഭക്ഷിക്കുന്നത് നിന്നെപ്പോലെ തന്നെ. എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും അപകടകരമായ ഒരു കാര്യം എന്റെ മൂക്കിന്റെ തുമ്പത്തുണ്ടായിട്ട് ഞാൻ എന്നെ പ്രസൻസ് അല്ല സെൻസ് പോലും ചെയ്തില്ല. ഇവൻ ഡേഞ്ചർ ആണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഈ കിളവനെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഉറപ്പായിട്ടും മരിച്ചെന്ന്. ഇവൻ ഒരു തവണ അല്ല, 2 തവണയാണ് എൻ്റെ ജീവൻ. ഈ കിളവൻ, ഇവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. അല്ല, താങ്കൾ ശരിക്കും ആരാണ്? നീ മണ്ടനാണ്ടാ. ഞാനല്ല ഓൾറെഡി നിന്നോട് പറഞ്ഞത് എന്റെ പേര് ഡാ ഓർഡൻ എന്നാണെന്ന്. സിയോൺ ചോദിക്കുകയും ചെയ്യും, ഓ, അതിനെപ്പറ്റിയല്ല കളവാ ചോദിച്ചത്, ആ ഒരു പവറിനെ പറ്റിയാണ്. താങ്കൾ ആരാണ്? ആ പവർ എവിടെ നിന്നാണ് വന്നത്? ഹാ, ഇതേതാ സ്ഥലം നിനക്ക് മനസ്സിലായോ? ഇതൊരു ഡഞ്ചറാണ്. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഹണ്ടിങ് ഗ്രൗണ്ടാ. അതെ, എൻ്റെ ഹണ്ടിങ് ഗ്രൗണ്ട് തന്നെയാണ് എൻ്റെ ഐഡന്റിറ്റി. നിനക്ക് 2 കണ്ണില്ലേ? അങ്ങോട്ട് തുറന്ന് നീ അങ്ങോട്ട് നോക്ക്.
അടുത്ത സമയം ക്രിയോൺ എന്ന് വിളിക്കുകയും ചെയ്യും. അതവൻ്റെ സോഡിൻ്റെ പേരാണ്. അടുത്ത നിമിഷം ആ സോഡിൻ്റെ ഭാഗത്തുനിന്ന് അമാനുഷികമായ ഒരു സൗണ്ട് പുറപ്പെടുവിച്ചു. സത്യം പറഞ്ഞാൽ സിയോൻ്റെ കാത് വരെ അടിച്ചു പോകുന്ന അത്രയും സൗണ്ടായിരുന്നു. എൻ്റെ കിളവ, താങ്കൾ എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുറേയധികം മാജിക്കൽ ബീസ്റ്റ് അവിടേക്ക് വന്നു. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് നിന്നെ തന്നെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ഇവിടെ സർവേ ചെയ്യാൻ നോക്കുന്നു പറയാൻ നേരത്ത് പെട്ടെന്ന് ആ ഒരു ബീസ്റ്റ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. നാശം, ഈ മോൺസ്റ്റേഴ്സ് എല്ലാം തന്നെ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അവന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കൈകാലുകളിൽ ആ ഒരു അറ്റാക്കൊക്കെ വന്ന് പതിച്ചു. കോപ്പ്, ഇതെന്ത് നാശമാണ്! എനിക്കാണെങ്കിൽ ഇവിടെ ഓടി രക്ഷപ്പെടാനും പറ്റത്തില്ല. അതിലുപരി ഈ നായകൾ അടുത്ത സെക്കൻഡ് അവൻ്റെ സാൻഡ് എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് ഗ്യാദർ ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ലിറ്ററലി അത് ഡോഡ്ജ് ചെയ്തിട്ട് അവൻ്റെ നേരെ ആ ഒരു അറ്റാക്ക് ആ ഒരു മോൺസ്റ്റേഴ്സ് വന്ന് ചെയ്തു. കോപ്പ്, എൻ്റെ കണ്ണുകൾ കൊണ്ടോ എൻ്റെ സാൻഡ് കൊണ്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കൂടെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. തൊട്ട് നനയല്ല, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മരിക്കും. അതിലുപരി ആ ഒരു ഓൾഡ് ഗീസർ ഓൾറെഡി 2 തവണ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇനിയും ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വെറും ഒരു വിട്ടിയായിട്ട് മാറും. എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേ, എന്തെങ്കിലും വഴി. എൻ്റെ കണ്ണ് ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വഴി. അതേസമയം അവിടേക്ക് വീണ്ടും കുറേ മോൺസ്റ്റേഴ്സ് വന്നിരുന്നു. നീ ശരിക്കും ഒരു വിഡ്ഢിയാണ്. നിന്റെ കണ്ണുകളിലേക്ക് മാന ഗ്യാദർ ചെയ്. ആ ഒരു ഡയലോഗ് അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ശരിയാണ്, കണ്ണുകളിലേക്ക് മാന ഗ്യാദർ ചെയ്യണം, മാന ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ്റെ കണ്ണിലേക്ക് മാന ഫീൽ ചെയ്ത അടുത്ത സെക്കൻഡ് ലിറ്ററലി അവൻ്റെ നേരെ ഒരു മോൺസ്റ്റർ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു സാൻഡ് യൂസ് ചെയ്ത് അവനൊരു ബാരിയറും ക്രിയേറ്റ് ചെയ്തു. അതേപോലെ ഒഫൻസീവുള്ള ഒരു അറ്റാക്കും ചെയ്തു. ശരിയാണ്, എനിക്ക് ഈ മോൺസ്റ്റേഴ്സിൻ്റെ മാന ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ കണ്ണുകൾ കൊണ്ട് അവരെ കാണാൻ പറ്റത്തില്ല, പക്ഷേ അവരുടെ ഉള്ളിലെ ആ ഒരു മാന അതെനിക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വരാൻ നേരത്ത് അടുത്തായിട്ട് വരും. ആ സമയത്ത് എനിക്ക് വ്യക്തമായി തന്നെ മേ ബി ആ കിളവൻ ഇതുകൊണ്ടായിരിക്കും നേരത്തെ എന്നെ ഇത് പഠിപ്പിച്ച് തന്നെന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി അവൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം നേരത്തെ കണ്ട പോലത്തെ മാസീവുള്ള 2 മാന ബീസ്റ്റ് ആ കിളവൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ അവൻ വളരെ കൂളായിട്ട് അതിനെല്ലാം അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യുകയാണ്. സത്യം പറയല്ലോ, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇതെല്ലാം ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെയുള്ള മാന ബീസ്റ്റിനൊക്കെ അവൻ കൊന്ന് കളയാനായിട്ട് തുടങ്ങി. ഇനിയും ഇനിയും വേണം, എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഈച്ച് ആൻഡ് എവരി മാൻ ആൻഡ് ബീസ്റ്റിനെ അവൻ നിർത്തി അങ്ങോട്ട് കൊന്ന് കളയുകയായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് മറ്റൊരു മോൺസ്റ്റർ ചാടി വന്നത്. ആ കിളവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ്റെ സോഡ നിരത്ത് നിവർത്തിയതുള്ളു അതിൻ്റെ ശരീരം 2ആയിട്ട് മുറിഞ്ഞുപോയി. ഞാനൊന്ന് വാമപ്പ് കണ്ട് തുടങ്ങിയുള്ളു, അതിനിടക്ക് തന്നെ ഈ കുരുപ്പുകളെല്ലാം കൂടെ നാശം. ഇത് ശരിക്കും ഇൻസൈനാണ്. സത്യം പറഞ്ഞാൽ ആ മോൺസ്റ്റേഴ്സിനെ പറ്റി ഓർത്തിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. അവൻ ഇത്ര മാസീവുള്ള മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നത് ഇത്ര നിസ്സാരമായിട്ടാണ്. ഭാഗ്യം രക്ഷപ്പെട്ടെന്നാ തോന്നുന്നത്. ഇനി കണ്ടിട്ട് മോൺസ്റ്റേഴ്സ് ഒന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അലർച്ച കിട്ട്. നാശം, അപ്പൊ ഇനിയുണ്ടായിരുന്നോ? പിന്നെ കണ്ടത് ആ ലാവയുടെ അന്ന് ഒരു സാധനം പുറത്തേക്ക് വന്നതാണ്. അതിൻ്റെ ആ ഒരു പ്രസൻസ് തന്നെ അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൻ മുട്ടുകുത്തി അവിടെ വീണുപോയി. കോപ്പ്, അതെന്തുമായിരുന്നു? അത് ഈ ഡഞ്ചനിലെ ബോസിൻ്റെ അലർച്ചയാണ്. ബോസോ? അതെ, ഓരോ ഡഞ്ചനിലും അതിൻ്റെതായ ഒരു ബോസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ തരംതിരിച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ ഈ ഡഞ്ചനിലേക്ക് വരാനുള്ള മെയിനായുള്ള റീസൺ എന്ന് പറയുന്നത് അത് അത് ബോസാണല്ലേ ആ കാണുന്നത്. അതെ, നീ അവസാനം നിന്റെ രൂപം പുറത്ത് കാണിച്ചല്ലേ. പിന്നെ കാണിക്കുന്നത് ഒരു ക്രിംസൺ ഡ്രാഗനെയാണ്. മാസീവുള്ള ഒരു ഡ്രാഗൻ. ക്രിംസൺ ഡ്രാഗ് അതൊരു ഡ്രാഗൻ അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി അത് ഡ്രാഗൻ അല്ല, അതൊരു ബി റാങ്കുള്ള ഒരു മോൺസ്റ്റർ മാത്രമാണ്. ബി റാങ്കോ? എന്നിട്ടും അത് ആ സമയത്ത് അവന് അതിൻ്റെതായ ഒരു ഫോഴ്സ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, നിനക്ക് ഈ ഫോഴ്സ് ഫീൽഡിനെ പറ്റിയൊക്കെ അറിയാലോ. അത് നിന്നെപ്പോലെ എടുത്താൻ ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഈ മോൺസ്റ്റേഴ്സിന് മനുഷ്യരെ പോലെ തന്നെ ഒരു യുണീക്കുള്ള ട്രൈറ്റ് ഉള്ളതല്ലേ? അതെ, അവർക്കും ഒരു അവേക്കൻസിനെ പോലെ തന്നെ യുണീക്കുള്ള ഒരു ട്രൈറ്റ് കാണും. ആ ഫോഴ്സ് ഫീൽഡ് ഒരു മാർഷൽ ആർട്ട് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ ആ ബ്ലൂ കളർ കണ്ടിട്ട് അതിനർത്ഥം അത് പെട്ടെന്ന് അതൊരു അറ്റാക്ക് ചെയ്തു. അതൊരു മാജിക് ടൈപ്പ് ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി അവരെ ഓവർ പവർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആ കളവൻ അവൻ്റെ നേരെ വന്ന ആ ഒരു മാസീവ് ഐസിനെ 4ആയിട്ട് മുറിച്ചു കളഞ്ഞു. സിയോൺ അന്തം വിട്ട് അവിടെ നിന്നുപോയി. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും മീനിങ്ലെസ് ആണ്. എൻ്റെ കോമൺ സെൻസിന് പോലും ഇവിടെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ കിളവൻ ആ ഒരു ക്രിംസൺ ഡ്രാക്കിൻ്റെ നടുവിലേക്ക് ചാടി വീണു. അതിനെ മുഖത്ത് നോക്കി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എന്നാൽ പെട്ടെന്ന് അത് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ അതൊന്നും വകവെക്കാതെ വീണ്ടും അതിൻ്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴാണ്
അവനെ പിടിച്ച് അവൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു ക്രിംസൺ ഡ്രേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് പോയത്. എന്നാൽ അതേസമയം ടെൻഷൻ അടിക്കുന്നതിന് പകരം അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. കാര്യം പെട്ടെന്നാണ് അവൻ്റെ വാ അങ്ങോട്ട് അടഞ്ഞ് പോയത്. എന്തേ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാനത് കുറച്ച് കൂട്ടിത്തരാമെന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ അറ്റാക്ക് ചെയ്ത് അവൻ്റെ ശരീരം, ആ ഒരു ക്രിംസൺ ഡ്രേക്കിൻ്റെ ശരീരം മുറിച്ചു കളഞ്ഞു. നാശം, എങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കുന്നെന്ന് പറഞ്ഞിട്ട് സിയൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. കാര്യം ആ ഒരു ക്രിംസൺ ഡ്രേക്കിൻ്റെ ആ കിളവൻ്റെ അറ്റാക്കിൻ്റെ പവർ അത്രത്തോളം സ്ട്രോങ്ങർ ആണ്. അവൻ രണ്ട് സൈഡിലേക്ക് അവൻ്റെ മാനെ ഗാദർ ചെയ്ത് ആ ഒരു ഷീൽഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൻ്റെ പല അറ്റാക്കിൽ നിന്നും അവൻ സർവേ ചെയ്തത് തന്നെ. അവന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നീക്ക് എന്തിനാണ് ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്? വേറെ എവിടെയെങ്കിലേക്കേ പോകുന്നു പറഞ്ഞ് അവൻ ബഹളം വെക്കുന്നുണ്ട്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് പോലും എനിക്ക് ഇത്രയും സന്തോഷം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ആ ഒരു ക്രിംസൺ ഡ്രേക്കിനെ അറ്റാക്ക് ചെയ്ത് ആ ലാവിലേക്ക് അവൻ കൊണ്ടുപോയി. എന്നാൽ അത് വന്ന് വീണ ആ ഒരു ഇമ്പാക്റ്റ് വളരെ സ്ട്രോങ്ങർ ആണ്. ആ ഇമ്പാക്റ്റ് നേരെ വന്നത് സിയോന്റെ നേരെയാണ്. അവന് മനസ്സിലായി അവന്റെ പണി കഴിഞ്ഞത്. പെട്ടെന്ന് അത് വന്ന് അവന്റെ ശരീരത്തിടിക്കാൻ അവൻ തട്ടിത്തെറിച്ച് ബാക്കിലേക്ക് പോയി ആ ലാവിലേക്ക് വീഴാനും പോയി. ഒറ്റ സെക്കൻഡിൽ അവൻ കംപ്ലീറ്റ്ലി ബ്ലാങ്കായി. കാര്യം അവൻ മരിച്ചു എന്നവന് മനസ്സിലായി. അവൻ നോക്കാൻ നേരത്ത് ആ ലാവിലേക്ക് അവൻ വീഴാൻ പോയപ്പോഴേക്കും ആ ഒരു ക്രിംസൺ ഡെസേർട്ടും ആ കിളവൻ തമ്മിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കിളവൻ പറയും ചെയ്യും, ഡ്രേക്ക്, ഇത്രയും നിനക്ക് ചെയ്യാനുള്ളോ? സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ബോറിംഗ് ആണ്. ഒരു ബോസ് അല്ലേ, ഒരു ഡഞ്ചന്റെ ബോസ് എന്റെ മുമ്പിൽ തലകുനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ അതിനിട്ട് എരിവ് കയറ്റുകയാണ്. പെട്ടെന്ന് ദേഷ്യം വന്നത് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. അത് തന്നെ ഒരു ബോസ് ആണെങ്കിൽ മിനിമം നീ ഇതെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു മാസീവായുള്ള അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ അറ്റാക്ക് പോയ സ്ഥലങ്ങളിൽ മുഴുവൻ ഡിസ്ട്രക്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു അറ്റാക്ക് കഴിഞ്ഞു. ആ ഒരു ഡ്രേക്ക് അവനെ നോക്കുകയും ചെയ്തു. അതുകൊള്ളാം, നീ ഇപ്പോൾ എന്നെ അന്വേഷിക്കണോ? പെട്ടെന്ന് അത് ഞെട്ടി. അടുത്ത നിമിഷം മുകളിൽ നിന്ന് ഒരു മാസീവുള്ള സോഡ് ആ ഒരു ഡ്രേക്കിന്റെ നെഞ്ചത്തേക്ക് കുത്തി തറച്ചു. വേദന കൊണ്ട് അത് ഉച്ചത്തിൽ കിടന്ന് അലറാൻ തുടങ്ങി. അതേ നിമിഷം അവൻ നേരെ നിലത്തേക്ക് വന്നിറങ്ങി. ഒരു വർഷത്തോളം ഈ മരുഭൂമിയിൽ കിടന്ന് ഞാൻ അന്വേഷിച്ചിട്ടാണ് ഞാൻ നിന്നെ കണ്ടെത്തിയത്. അത് നിന്റെ ഹൃദയത്തിന് വേണ്ടിയായിരുന്നു. ക്രിയോൺ, അതെടുത്തോളൂ. നീ ചാകാൻ സമയമായിരിക്കുന്നു. അടുത്ത നിമിഷം ക്രിയോണിൽ നിന്ന് ഒരു മാസീവുള്ള എനർജി അവിടെ റിലീസ് ചെയ്യപ്പെട്ടു. സത്യം പറഞ്ഞ ആ ഒരു ഡ്രേക്ക് ശരിക്കും വേദന കൊണ്ട് കിടന്ന് അലറാനും തുടങ്ങി. അടുത്ത നിമിഷമാണ് അതവിടെ സംഭവിച്ചത്. പെട്ടെന്ന് ക്രിയൻ മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം അത് പല കഷ്ണങ്ങളാക്കി മാറി. അതേപോലെ തന്നെ വീണ്ടും അതൊരു പുതിയൊരു സോഡ് എന്ന രീതിയിൽ വന്നിരിക്കുകയും ചെയ്തു. എന്നിട്ട് അതേപോലെ തന്നെ അവന്റെ കയ്യിലേക്ക് അത് വന്നിരുന്നു. ക്രിയോൺ, നീ ശരിക്കും സ്ട്രോങ്ങറായി മാറിയല്ലോ. ഡാ കിളവ, തനിക്ക് ശരിക്കും വട്ടാണല്ലേ? സോഡുമായിട്ടല്ലേ നീ സംസാരിക്കുന്നത്? പക്ഷെ ഉള്ളത് പറയാലോ, നീ ഡ്രേക്കിനെ ഡിഫീറ്റ് ചെയ്ത് അതെന്തായാലും കൊള്ളാം. നീ ശരിക്കും ഓവർ പവർഡ് ആണല്ലോ. കൊള്ളാട വിഡ്ഢി, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ആ, ഞാൻ ജസ്റ്റ് ചത്തില്ലെന്നേ ഉള്ളു, ഭാഗ്യം കൊണ്ട്. പിന്നെ കാണിക്കുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അവൻ ആ ലാവയിലേക്ക് വീഴാൻ പോയ അടുത്ത സെക്കൻഡിൽ സിയോൺ ചാകരുതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ അവൻ്റെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തു. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാൻഡ് എല്ലാം കൂടെ അവൻ്റെ ചുറ്റിനും വന്ന് ഒരു ബാരിയർ പോലെ ക്രിയേറ്റ് ചെയ്ത് അവനാട്ടെ അതിൻ്റെ മുകളിൽ സേഫായിട്ട് വന്ന് വീണു. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. നിന്റെ ഫൈറ്റ് കാരണമുള്ള ഒടുക്കത്തെ ഷോക്ക് വേഗം രക്ഷപ്പെട്ട് എൻ്റെ റിഫ്ലക്സ് ഇമ്പ്രൂവ് ആയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മാത്രമാണ്. കൊള്ളാം കൊള്ളാം, ഒരു വിഡ്ഢി എന്തായാലും ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ, ബാ, ഇനി എന്തായാലും പോകാൻ സമയമായി. എന്തായാലും ഡഞ്ചൻ ബോസ് മരിച്ച സ്ഥിതിക്ക് ഈ ഒരു ഡഞ്ചൻ പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആവുന്നതാണ്. നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് അവൻ തൂക്കിയെടുത്തു. അല്ല, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? അതോ, അത് ദേ ഇതിനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞു. അതാകട്ടെ ഒരു മാന പോർട്ടലിന്റെ നേരെയാണ്. എടാ പ്രാന്ത, നിനക്ക് ശരിക്കും ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോ അടുത്ത നിമിഷം അവൻ ഞെട്ടി. കാര്യം ലിറ്ററലി അവൻ മരുഭൂമിയിലാണ് വന്ന് വീണത്. പെട്ടെന്ന് ആ ഒരു പോർട്ടലിൻ്റെ അകത്ത് അവൻ നേരെ പുറത്തേക്ക് വന്നു വീണു. നാശം, അതെന്തുവായിരുന്നു? അതെന്തുവാണെന്നോ? നീ ഇപ്പൊ ഡഞ്ചന്റെ പുറത്താണ്. എന്തേ, നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലേ? ആ സമയത്ത് ആ തിയറി പറയാൻ പോയപ്പോഴാണ്, ഡജർക്ക, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ എബിലിറ്റി ഉണ്ടല്ലോ, ഈ സാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അതെനിക്ക് വേണമെന്നുണ്ട്. പക്ഷെ നീ ഇപ്പോൾ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്. നിന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഇൻക്രെഡിബിളി വീക്കുമാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ചോയ്സ് തരാനായിട്ട് പോകുവാണ്. ദേ, ആ കാണുന്ന വഴി നീ നേരെ നടന്നു കഴിഞ്ഞാൽ നിയോസിയോയിലേക്ക് നിനക്ക് തിരിച്ചെത്തും. പിന്നെ അവിടെയുള്ള ആ ഒരു പട്ട് ജീവിതം ജീവിച്ച് നിന്റെ കാലം കഴിക്കാം. അതിനു പുറമെ നീ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നീ കുറച്ചുകൂടെ നല്ലൊരു വിട്ടിയായിട്ട് മാറും. നീ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും നല്ലൊരു വിട്ടി.
അല്ല താങ്കൾ എന്താണ് ഈ പറയുന്നത്? നിന്നെ ഫോളോ ചെയ്യാനോ? എത്ര നാളത്തേക്ക്? അതെനിക്കറിഞ്ഞൂടാ. മേ ബി ആഴ്ചകൾ മതിയാകും. മേ ബി മന്ത്സ് ആകും. ചിലപ്പോൾ ഇയേഴ്സ് ആകും. ഡെക്കേഡ്സ് ആയിരിക്കും. പക്ഷേ ഉള്ളത് ഞാൻ പറയാം. ചോയ്സ് നീ ഇപ്പോൾ എടുക്കണം. സിയോലിലേക്ക് പോയി കഴിഞ്ഞാൽ നീ നിന്റേതായ ലൈഫ് ജീവിച്ചു പോക്കോളും. പക്ഷെ നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ 99% നീ മരിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നീ എന്തായിരിക്കും ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? നീ എന്നെ ചിരിപ്പിക്കുവാണോ? ടാ കള്ളക്കളവാ. നിനക്കെന്നെ തലക്കകത്ത് ആൾ താമസമില്ലേ? നീ പറഞ്ഞു വരുന്നത് ഒരു വീട്, ഒരു ബെഡ്, തല ചായ്ക്കാനായിട്ട് ഒരു ഷെയ്ഡ്, അതെല്ലാം കളഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ ഞാൻ നിന്റെ കൂടെ വരണമെന്നാണോ? ആ, അത് തന്നെ. ഹാ, അപ്പൊ പിന്നെ ഇനി ചിന്തിക്കാനൊന്നുമില്ല. ബാ, പോയേക്കാം. പിന്നെ ഒരു കാര്യം മറക്കണ്ട കേട്ടോ. ആരെങ്കിലും എൻ്റെ അടുക്കെ മുഴ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും അവരുമായിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി വീക്കറാണ്. ആ കൂട്ടത്തിൽ നീയുണ്ട് കള്ളക്കളവാ. അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നീ ശരിക്കും സ്ട്രോങ്ങറാണ്. ഈവൻ നിന്നെക്കാൾ സ്ട്രോങ്ങർ ഒരാളെ കാണുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ സ്ട്രോങ്ങറായി മാറും. അതെനിക്ക് ഉറപ്പാണ്. ഉറപ്പായിട്ടും നീ ചാകുമെന്ന് പറ. ആ, എന്തായാലും ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഫോളോ ചെയ്യും. ആൻഡ് നിന്നെക്കാട്ടും സ്ട്രോങ്ങർ ആകുകയും ചെയ്യും. അത് കൊള്ളാം. അതെനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഉള്ളത് പറയാലോ. എടാ വിട്ടി, നീ ഇത് ശരിക്കും റിഗ്രറ്റ് ചെയ്യും. അപ്പൊ ബാ, പോയേക്കാം. നമുക്ക് കുറച്ച് നടക്കാണെന്ന് പറഞ്ഞ് ആ നേരെ തിരിഞ്ഞ് നടന്നു. പിന്നെ കാണിക്കുന്നത് നട്ടുച്ചയാണ്. സിയോണ് ഒരു അടി പോലും എടുത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. എടാ കളവാ, ഒന്ന് പതുക്കെ പോ. എനിക്ക് പറ്റുന്നില്ല. 6 മണിക്കൂറല്ലെങ്കിൽ നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് എനിക്ക് പറ്റത്തില്ല. വാ, പതുക്കെ പോ, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. എന്നാൽ അവൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എടാ കളവാ, ഞാൻ നിന്നോടാടാ പറയുന്നത്. എനിക്ക് പറ്റത്തില്ല. എനിക്കിത് പറ്റത്തില്ല. പറയുന്ന കേൾക്ക്. എനിക്കിത് പറ്റത്തില്ല. ഇതെന്തൊരു ചൂടാണ്. അറ്റ്ലീസ്റ്റ് 40 ഡിഗ്രിയെങ്കിലും കാണും. അല്ല അല്ല അല്ല, 50 ഡിഗ്രി. അതിലുപരി ഈ മണ്ണിലൂടെ നടക്കാൻ എന്നാ പാടാണ്. കാല് കുഴിഞ്ഞു കുഴിഞ്ഞു പോകുവാണ്. എങ്ങനെയാണെങ്കിൽ വല്ല ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്കോ കാരണം ഞാൻ ചാകുമെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ എങ്ങനെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? നീ ശരിക്കൊരു വിഡ്ഢിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. നീ നിന്റെ പവറിന്റെ 1% പോലും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അല്ല, താങ്കൾ എന്താണ് പറഞ്ഞത്? എടാ വിഡ്ഢി, നിന്റെ പവർ തന്നെ ഈ സാൻഡ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് നീ നടക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നു എന്നാണോ പറയുന്നത്? പിന്നെ അത് നിനക്ക് അങ്ങനെ പറഞ്ഞാൽ പോരെ? ഒരു ദിവസം പോലും ആയില്ല ഞാൻ അവൈക്കൺ ചെയ്തിട്ട്. അല്ല, അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനൊരു എഫ് റാങ്കാണ്. നിന്നെപ്പോലെ എസ് റാങ്കൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്യാനടാ കളവാ? ഇത് കേട്ടപ്പോൾ അവന് ശരിക്കും ദേഷ്യം വന്നു. ദേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. എഫ് ആണെങ്കിലും എസ് ആണെങ്കിലും അതിനൊന്നും ഇവിടെ ഒരു കാര്യമില്ല. ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടിയൊന്നും എസ് റാങ്കിലായിട്ടല്ല ജനിച്ചു വീഴുന്നത്. ഓരോരുത്തരും തുടങ്ങാൻ നേരത്ത് അവർ വീക്ക് തന്നെ ആയിരിക്കും. ആ വീക്കിൽ നിന്ന് അവരെങ്ങനെ സ്ട്രോങ്ങറായി മാറുന്നു അത് അവരുടെ മൈൻഡ് സെറ്റാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിച്ച് വീഴാൻ നേരത്ത് തന്നെ ഇവിടെ ബ്ലെസ്ഡ് ആയിട്ട് ഒരാളും പോലും വരുന്നില്ല. അത് നീ മനസ്സിലാക്കിയ അത്രയും നല്ലത്. ബ്ലെസ്ഡ് ആയിട്ടല്ലേ? അതുകൊണ്ട് പെമ്പിള്ളാരെ പോലെ കിടന്ന് കാര്യാതാ. നിന്റെ എബിലിറ്റീസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് നേരത്തെ ചിന്തിച്ചു കൂട്ട്. എന്നിട്ട് നീ മുന്നിലേക്ക് നടക്ക്. ആദ്യം നിന്റെ തലക്കകത്തുള്ള തലച്ചോറ് ഒന്ന് പ്രവർത്തിപ്പിക്കേ. അത് നിന്റെ മാത്രം എബിലിറ്റിയാണ്. അത് നിനക്കുള്ള എബിലിറ്റിയാണ്. അത് മറ്റാരെക്കാട്ടും നിനക്ക് മാത്രമേ ചിന്തിച്ച് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ആദ്യം നീ അതെന്താന്ന് മനസ്സിലാക്ക്. അല്ലകളവാ, പറഞ്ഞത് മനസ്സിലായെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ നേരെ നിലത്തേക്ക് എടുത്ത് കുത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൻ അവൻ്റെ കാല് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത സെക്കൻഡ് അവൻ്റെ ചുറ്റിനുള്ള ആ ഒരു സാൻഡൊക്കെ മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ കണ്ടിട്ട് 5 മീറ്റർ മാത്രമേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പക്ഷേ എൻ്റെ കാലിൻ്റെ താഴത്തുള്ള മണ്ണ് മാത്രം എനിക്ക് സൈഡിലേക്ക് മാറ്റാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്റ്റാമിനെ കുറച്ചുകൂടെ കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ആ സാൻഡ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കളാ, നോക്ക് നോക്ക്, ഞാൻ ദേ ഓടണം കണ്ട. എനിക്ക് സിമ്പിളായിട്ട് നടക്കാമെന്ന് പറഞ്ഞ് ആ നേരെ മുന്നിലേക്ക് ഓടി. അല്ല, ഇതൊട്ടും നല്ലതല്ല. പക്ഷേ എൻ്റെ മാന നന്നായിട്ട് തന്നെ ഇവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് ലോങ് ടൈമിൽ എന്തായാലും ഉപകാരപ്പെടുത്തില്ല. അല്ല, അപ്പോൾ എൻ്റെ മാന എൻ്റെ കാലിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എനിക്ക് നടക്കാൻ പറ്റുമോ? ശരിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവൻ എന്തായാലും ചെറുപ്പമാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തായാലും വളർന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ സിയോണട്ടെ മുഞ്ഞും കുത്തി നേരെ നിലത്തേക്ക് വീണു. അവൻ ശരിക്കും ഒരു എഫ് റാങ്ക് ആയിരിക്കും. പക്ഷേ അവൻ്റെ മാന യൂട്ടിലൈസേഷൻ അതൊന്നെങ്കിൽ ഇ അല്ലെങ്കിൽ ഡി ആണ്. എനിക്കുറപ്പാണ് ഈ പയ്യൻ. പെട്ടെന്ന് സിയോൻ വീണ്ടും എഴുന്നേറ്റിരുന്നു. എൻ്റെ കള്ളക്കിളവാ, താങ്കളിത് കണ്ടോ? ഞാൻ ആ മാന കൺട്രോൾ യൂസ് ചെയ്ത് എൻ്റെ കാഴ്ച താഴത്ത് സുഖമായിട്ട് നടക്കാൻ ഒരു രീതി സെറ്റാക്കി. ഇനി എന്തായാലും എനിക്ക് സുഖമായിട്ട് നടക്കാമല്ലോ. കള്ളക്കിളവാ, നീ മൂഞ്ചി. ഞാനിനി സുഖമായിട്ട് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ തലക്ക് നോക്കി ഒരെണ്ണം കൊടുത്തു. എന്തിനാണ് നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? അനാവശ്യമുള്ള നിന്റെ എനർജി കളഞ്ഞു കഴിഞ്ഞാൽ നീ ചാകുമെന്ന് പറഞ്ഞ് അവനെ തലക്കെട്ടൊരെണ്ണം പൊട്ടിച്ച്. പക്ഷേ സിയോൺ ശ്വാസം എടുക്കുന്നു നിന്ന്. എൻ്റെ പൊന്നിയിറക്ക, ശ്വാസം എടുക്ക്, ശ്വാസം എടുക്കെന്ന് പറഞ്ഞ് അവനവിടെ കിടന്ന് കാറുന്നുണ്ട്. പിന്നെ സിയോൺ കണ്ണു തുറക്കാൻ നേരത്ത് ഏകദേശം രാത്രിയായിരുന്നു. അല്ല, ഞാനിത് ആ വിഡി, നീ കണ്ണു തുറന്നോ? സമയം കളയാതെ എഴുന്നേക്കാൻ നോക്ക്.
അതിലുപരി ഇത് റിസോർട്ടൊന്നുമല്ല, അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേക്ക്. പക്ഷെ എൻ്റെ കൈയും കാലും എനിക്ക് ആ ടൈമിലാണ് ഒരു സാധനം അവിടേക്ക് എറിഞ്ഞു കൊടുത്തത്. അല്ല, ഇത് ജെർക്കിയല്ലേ? അത് മര്യാദയ്ക്ക് കഴിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കാൻ നോക്ക്. എൻ്റെ ചെറുപ്പത്തിൽ ഇത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. നീ ഇപ്പോൾ വീക്കായിരിക്കും, പക്ഷേ അന്ന് വീക്കാണെന്ന് പറഞ്ഞ് സർവൈവ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് വീക്കാണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഒരു കടമയായിരുന്നു. പക്ഷേ ഇന്ന് ഈ ലോകം ശരിക്കും മാറിപ്പോയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നിന്റെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ പോലും നിനക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ ഉള്ളത് പറയാം, നിനക്ക് സമാധാനത്തോടെ മരിക്കാനാണെങ്കിൽ ഇവിടെ കിടക്കുന്നതാണ് നല്ലത്. നീ പതുക്കെ തന്നെ അങ്ങോട്ട് മരിച്ചോളൂ. എനിക്ക് മനസ്സിലായി നീ തന്നെ പറഞ്ഞു വരുന്നത്. പെട്ടെന്ന് വീണ്ടും ഒരു ജെർക്ക് നേരെ നിലത്തേക്കിട്ടു. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഞാനിത് എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലാണ്. കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഈ കിളവൻ ഇത്രയും നാള്, അതുമല്ല ഇത്രയും ചുമക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇവനപ്പോൾ എന്നെ പ്രായം കാണും. അതിലുപരി അവനെ ജെർക്ക് കഴിക്കുകയല്ല, അതവൻ്റെ തുപ്പലുമായിട്ട് അലിയിച്ച് അവനത് മിഴുങ്ങുകയാണ്. മേ ബി ഈ ഒരു ഡെസേർട്ടിൽ മോയ്സ്ചറിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. എങ്കിൽ ഈ കിളവന് എന്നോട് നേരത്തെ പറഞ്ഞൂടെ? പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇവനൊരു മീൻ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്നതിനെക്കാട്ടും ഇവൻ എന്നെ മീൻ പിടിക്കാനാണ് പഠിപ്പിക്കുന്നത്. അല്ല, പറഞ്ഞതുപോലെ ഞാൻ മീൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അല്ല കിളവാ, എനിക്ക് ഒരെണ്ണം കൂടെ തരുവോ? വായ മുടി അവിടെ അങ്ങനെ കിടക്കാൻ നോക്കടാ. പിന്നെ കാണിക്കുന്നത് അർദ്ധരാത്രി അവൻ കിടന്ന് തുമ്മുന്നതാണ്. നാശം, ഈ ഡെസേർട്ട് ഇത്ര രാത്രി ഇത്ര തണുപ്പായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ ഈ കിളവൻ കാരണം എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല. ഇവൻ രാത്രി ഇരുന്ന് ആ സോഡായിട്ട് സംസാരിക്കും. ശരിക്കും ഭ്രാന്തം തന്നെ. അല്ല, എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവനവന്റെ ഉടുപ്പ് പിഴിഞ്ഞ് ആ ഒരു വിയർപ്പ് കുടിക്കുന്നതാണ്. ദേ വീണ്ടും ഇവൻ എന്നോട് പറയാതെ ഓരോന്ന് തന്നെ അങ്ങോട്ട് ചെയ്യുവാണ്. ഇവനൊക്കെ എന്ന് പറഞ്ഞുവിടായിരുന്ന. അപ്പോൾ എൻ്റെ വിയർപ്പ് മാത്രമാണല്ലേ എനിക്കുള്ള ആശ്രയം. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവനത് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഡാ വിഡി. ഓ, ഞാൻ വിഡിയല്ല, ഞാൻ പറയുന്നേക്ക്. ആ ശരി ശരി വിഡി, നിനക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നോ? അല്ല, എന്ത് വൈബ്രേഷൻസ്? ആ, ഈ ഒരു വൈബ്രേഷൻ. പക്ഷേ അതൊന്നും രണ്ടും ഇല്ലെന്നും പറഞ്ഞ് സിയോൺ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരുടെ ചുറ്റിന് കുറേയധികം മാൻ ആ ബീസ്റ്റ് വന്ന് നിൽക്കുന്നത് അവർ കണ്ടത്. അത് ബിഗ് ഹോൺ ഹൈനാസ് ആയിരുന്നു. ഇവർ രാത്രികാലങ്ങളിൽ ഇര തേടി ഇറങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. എടാ വിഡി, നിനക്കിവിടെ സർവേ ചെയ്യാൻ പറ്റുമോ? അതോ നിനക്കെൻ്റെ സഹായം വേണോ? പെട്ടെന്ന് അതൊരു ഹൈന നേരെ നിലത്തേക്ക് വീണു. നിന്റെ സഹായമോ? എനിക്കൊന്നും വേണ്ട കളവാ നിന്റെ സഹായം. അത് ഞാൻ തനിയെ കണ്ടെത്തിക്കോളാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ നേരെ അതെല്ലാം തന്നെ ചാടി അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. പിന്നെ കാണുന്ന സിയോൺ അവന്റെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ആ ഒരു മാന ബ്ലാസ്റ്റ് ചെയ്യുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ആ സാൻഡ് യൂസ് ചെയ്ത് അവനൊരു ഗണ്ണ് പോലെ അത് യൂസ് ചെയ്യും. പക്ഷേ അത്ര എളുപ്പമല്ലായിരുന്നു. പുറകിൽ നിന്ന് വരാൻ നേരത്ത് അവൻ ആ സാൻഡ് യൂസ് ചെയ്ത് എല്ലാത്തിനെയും നെഞ്ചത്തേക്ക് അത് കുത്തി ഇറക്കുകയും ചെയ്തു. നായിന്റെ മക്കളെ, എന്തോരു എന്നാണ്? ഒറ്റക്കൊറ്റക്ക് വാ, ഒറ്റക്കൊറ്റക്ക് വാ. അയ്യോ, എങ്ങാനൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരും കൂടെ എന്നെ വലിച്ചു കീറിക്കൊല്ലും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ റോ പവർ കൊണ്ട് മാത്രം എനിക്ക് ഇത്ര എണ്ണത്തിന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ മാന സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ, അല്ല ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം വേണം. എന്തെങ്കിലും എന്തെങ്കിലും ചിന്തിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു ഹൈന അവൻ്റെ കയ്യിൽ കയറി കടിച്ചത്. നായിൻ്റെ മകനെ, ഞാനവിടെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിനക്കെന്നെ കടിക്കണമെന്ന് പറഞ്ഞ് അവൻ അതിനെ അറ്റാക്ക് ചെയ്ത് വലിച്ച് ദൂരത്തേക്ക് എറിഞ്ഞു. കോപ്പ്, എൻ്റെ കയ്യിൽ കുറേ ഊട്ട വീണ്. ഇതൊട്ടും തന്നെ അല്ല, ഊട്ട വീണല്ലേ? ഇതേ സമയം അവൻ്റെ കയ്യിൻ്റെ അന്ന് ചോര പൊടിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ കുറേയധികം ഹൈന അവനെ അറ്റാക്ക് ചെയ്തിട്ട് വലിയ 4 സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്. എല്ലാത്തിനും തലയിലൊരു ഊട്ടയിട്ടാൽ മതി എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് എല്ലാത്തിനും തലയിലേക്ക് അവനാട്ട ആസാൻ്റെ കുത്തി ഇറക്കി അങ്ങോട്ട് കൊന്നുകളഞ്ഞു. ഇപ്പൊ എങ്ങനെയാടാ നായിൻ്റെ മക്കളെ, എല്ലാത്തിൻ്റെ തല ഞാൻ വലിച്ചു കയറി കൊല്ലുന്ന കണ്ടില്ലേ? പക്ഷേ ഇതത്ര നല്ലതല്ല. എൻ്റെ ലൈഫാണ് ഇവിടെ റിസ്ക് ചെയ്യേണ്ടിരിക്കുന്നത്. സോ സൂക്ഷിച്ച് തന്നെ എൻ്റെ മാനെ ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയാൻ നിർത്ത്. അവൻ്റെ നിര വന്ന ഓരോന്നിനെ അവനങ്ങാണ്ട് സിമ്പിളായിട്ട് എന്നെ കൊല്ലുന്നുണ്ട്. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയത്. ഇതേ സമയം ഒരു കിളവനെ അതൊരെണ്ണം കടിച്ചിരുന്നു. അടുത്ത സെക്കൻഡിലാണ് അവൻ പറയുന്നത്, നായകളെ, നീയൊക്കെ എന്നെ കടിക്കാൻ നോക്കുകയാണല്ലേ? അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. പെട്ടെന്ന് അവനൊന്ന് ചിരിച്ച്. ആ ചിരി കണ്ടപ്പോൾ തന്നെ സിയോന്റെ കാര്യം മനസ്സിലായി അതൊട്ടും നല്ലതല്ലെന്ന്. അടുത്ത സെക്കൻഡ് ചത്ത് തോലയുടെ നായിൻ്റെ മക്കളെന്ന് പറഞ്ഞ് അവനൊരു മാസീവുള്ള അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് സിയോൺ അവൻ്റെ സാൻഡ് യൂസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് മാത്രമാണ് അവനൊന്നും പറ്റാഞ്ഞത്. കള്ളക്കിളവൻ ശരിക്കും ഭ്രാന്തം തന്നെയാണ്. അതിലുപരി ആ ഒരു അറ്റാക്ക് പിന്നെ കാണുന്നത് അത്രയും ഭാഗം അവരുടെ ക്ലീനാക്കി കളഞ്ഞതാണ്. ഇവൻ ശരിക്കും ഒരു മനുഷ്യനാണോ? അല്ലെങ്കിലും ഇത്രയും പവർഫുൾ ആയ സ്കിൽ എങ്ങനെയാണ് ഇവൻ? സിയോൺ, ഒരു കാര്യം മറക്കണ്ട, അവനോട് ഇനി അനാവശ്യമായിട്ട് വായത്താൾ അടിക്കാനെന്ന് പോയി കളി. അവൻ ചിലപ്പോൾ നിന്നെ. പക്ഷേ പെട്ടെന്നാണ് മറ്റൊരു കാര്യം കണ്ടത്. ആ ഒരു ഹൈനയുടെ മേഖലയിൽ ആ കിളവൻ കയറി നിൽക്കുകയാണ്.
എന്തിനാടാ കിടന്ന് കാർന്നത്? അല്ല നീ ഒരു ഫീമെയിൽ ആണല്ലേ? നിന്റെ ഫർ എന്തായാലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഹൈന അവന്റെ നേരെ നോക്കി ഒരൊറ്റ അങ്ങോട്ട് ചെയ്യാൻ പോയി. അത് ഫോഴ്സ് ഫീൽഡ് ആയിരുന്നു. എടാ നായേ, അപ്പൊ നീ ഒരു ബി റാങ്ക് ആണെന്ന് പറഞ്ഞപ്പോ അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. കിളവാ സൂക്ഷിച്ചെന്ന് പറഞ്ഞ് സീൻ അവിടേക്ക് ഓടി വന്നപ്പോ കണ്ട കാഴ്ച, അവൻ ചെയ്ത ആ ഒരു അറ്റാക്ക് ലിറ്ററലി ആ കിളവൻ അവന്റെ കൈ കൊണ്ട് പിടിച്ചെടുത്തു. സിയോനോടെ അങ്ങോട്ട് സ്റ്റോപ്പായി പോയി. അവനത് പ്രോസസ്സ് പോലും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്താടാ നീ എന്നെ ഇക്ലടിപ്പിക്കുവാണോ? എങ്കിൽ പിന്നെ അത് അങ്ങോട്ട് നീ ചത്തട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അവൻ മാസി വളരെ അറ്റാക്ക് അതിനങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് കൊന്നുകളുണ്ട്. ആ രക്തം അവിടെ തീർച്ച് പോവുകയും ചെയ്തു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഈ കിളവനെ പറ്റിയാണ് ഞാൻ ഇത്ര നേരം വിഷമിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല കിളവാ, നമ്മൾ എന്തായാലും ഇത്ര നേരം പിടിച്ചില്ലേ, ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞ് അവിടെയുള്ള ഒരു ഹൈനയുടെ ആ ഒരു തോലെടുത്ത് അവനങ്ങോട്ട് വിടുകയും ചെയ്യും. നീ ശരിക്കും ഒരു വിടി തന്നെയാണ്. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ? അല്ല നീ എന്നോടാണ് പറയുന്നത്, പിന്നല്ലാതെ ഇവിടെ വേറെ ആരുണ്ടാ? നീ കണ്ടില്ലേ ഈ ഒരു ഹോൺസിന് എന്തുമാത്രം ഉപയോഗം ഉണ്ടെന്ന് നിനക്കറിയാവോ? അതിലുപരി ഇതിന് ലൈറ്റ്നിങ് ആർട്ടിബ്യൂട്ടി ഉണ്ട്. ഇതെന്തായാലും ഒരു പെർഫെക്റ്റ് ഉള്ള വെപ്പണാക്കി മാറ്റാൻ പറ്റും. ഇത് പിടിച്ചെന്ന് പറഞ്ഞ് ഒരു സാധനം അവൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു. അത് അവൻ്റെ സാൻഡ് യൂസ് ചെയ്ത് തന്നെ അവൻ പിടിക്കുകയും ചെയ്തു. അല്ല കത്തിയോ? ആ, ഇന്ന് ഈ നിമിഷം മുതൽ നിന്റെ ഫുഡ് ഇനി നീയാണ് കണ്ടെത്താൻ പോകുന്നത്. ഹൈനയുടെ മസിൽസ് ഉണ്ടല്ലോ, ആ ഒരു ബിഗ് മസിൽസ് കംപ്ലീറ്റ്ലി ടോക്സിക് ആണ്. അത് കഴിച്ചാൽ നീ അപ്പം തന്നെ മരിക്കും. പക്ഷേ അവരുടെ ഫറിൻ്റെ തൊട്ട് താഴത്തുള്ള ആ ഒരു ഫ്ലാങ്ക് മീറ്റ് ഉണ്ടല്ലോ, അത് പോയ്സൺ ഫ്രീ ആണ്. അത് നീ എടുത്തു വെച്ചോ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ വേഗം ചെയ്യടാ, വേഗം ചെയ്യ്, നമുക്ക് പോകണമെന്ന് പറയാൻ നേരത്ത് യെസ് സാർന്ന് അവൻ പറയുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് പാട്ടും പാടി സിയോൺ മുന്നിലേക്ക് പോകുന്നതാണ്. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, പക്ഷേ വിശക്കുന്നില്ല. കഴിക്കാൻ കുറേയധികം ഉണ്ട്. അതിലുപരി ഒരു കാറ്റും ചെറുതായിട്ട് കിട്ടുന്ന പോലെ. അല്ല കളവാ, നിനക്ക് എന്നെപ്പറ്റി ഓർത്ത് കുശുമുണ്ടോ? ഒന്ന് ആലോചിക്ക്, ഈ പ്രായത്തിൽ നിനക്ക് എന്തെങ്കിലും പവർ ഉണ്ടായിരുന്നോ? ഞാനിപ്പോൾ ഓടിച്ചേർന്ന് നടക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവനൊരു അറ്റാക്ക് ചെയ്തു. പക്ഷേ സിയൺ അത് ഡോഡ് ചെയ്തിട്ട് പറയും ചെയ്യും, എനിക്കറിയാം നടക്കളവാ നീ അറ്റാക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ നിസാരായിട്ട് ഡോഡ് ചെയ്ത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടുത്തടി അവന്റെ തലക്ക് തന്നെ വന്നിരുന്നു. എടാ വിഡി, അനാവശ്യമായിട്ട് കിടന്ന് കാറിൽ ഞാൻ പറഞ്ഞല്ലേ, വെറുതെ എന്തിനാണ് നിന്റെ എനർജിയോടെ വേസ്റ്റ് ചെയ്യുന്നത്? എന്നാലും ഒരു ജോക്കല്ലേ, അതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് നോക്കിയപ്പോൾ അവിടെ അവനായിട്ട് ഒരു സൈഡിലേക്ക് നോക്കി. അല്ല നീ എന്ത് ചെയ്യാണ്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പക്ഷേ പെട്ടെന്നാണ് സിയോണു അത് ശ്രദ്ധിച്ചത്. അവിടെ ഒരു തണുപ്പ്. അല്ല ഇനിയെങ്ങാനും ഇവൻ നോക്കുന്നത് അവിടേക്കല്ലേ? അവിടെ എന്തെങ്കിലും കാണുമോ? ഇനിയെങ്ങാനും ഒരു ഒയേസിസ്? കുറച്ചു ദൂരം നടന്നതിന് ശേഷമാണ് യെസ്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അത് ഇവിടെയുണ്ട്, അത് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് അവരങ്ങനെ മരുഭൂമിയിലെ ആ ഒരു ഒയാസിസ് കണ്ടെത്തി. ഗൈസ്, അങ്ങനെയാണ് എപ്പിസോഡ് 10 ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഉടനെ തന്നെ ഒരു കിടിലൻ ചാപ്റ്റർ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്.